أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. ഈ മുസ്ലിം ലീഗിൻ്റെ നയവിശദീകരണ പൊതുയോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്ന വാർഡ് ലീഗിൻ്റെ അധ്യക്ഷൻ ബഹുമാനരായ കെ ബക്കർ ഹാജി, അതുപോലെ വേദിയിലിരിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ വിവിധ ഘടകങ്ങളുടെ നേതാക്കൾ, പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷൻ അസ്ലം മാസ്റ്റർ, അതുപോലെ പഞ്ചായത്ത് ലീഗിൻ്റെ സെക്രട്ടറി എൻ്റെ ബഹുമാന്യ സ്നേഹിതൻ അഡ്വക്കേറ്റ് ടി കുഞ്ഞാലി സാഹിബ്, ഗ്രാമപഞ്ചായത്തിൻ്റെ അധ്യക്ഷൻ ടി എ കരീം സാഹിബ്, വാർഡ് മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി അബ്ദുള്ള സാഹിബ് ഇ, നിയോജക മണ്ഡലം യൂത്ത് ലീഗിന്റെ ട്രഷററും എൻ്റെ പ്രിയങ്കരനായ സുഹൃത്തുമായ അഡ്വക്കേറ്റ് കെ അസ്കർ അലി, അതുപോലെ ഈ ചടങ്ങിന്റെ സംഘാടകരായ സുഹൃത്തുക്കൾ പ്രിയപ്പെട്ട മൻസൂർ വി കെ, ഷബീബ് ബേർക്കോട്ടിൽ, മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷന്റെ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി അടക്കം ഈ വേദിയിലും വേദിക്ക് താഴെയുമായി അണിനിരന്നിട്ടുള്ള മുസ്ലിം ലീഗിന്റെയും മുസ്ലിം യൂത്ത് ലീഗിന്റെയും മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷന്റെയും സ്വതന്ത്ര തൊഴിലാളി യൂണിയന്റെയും കർഷക സംഘത്തിന്റെയും പ്രവാസി ലീഗിന്റെയും ദളിത് ലീഗിന്റെയും KMCCയുടെയും ഒക്കെ നേതാക്കളും പ്രവർത്തകരുമായിട്ടുള്ള സ്നേഹിതന്മാരെ, സുഹൃത്തുക്കളെ, നല്ലവരായ നാട്ടുകാരെ, അസ്സലാമു അലൈക്കും. സഹോദര സമുദായാംഗങ്ങൾക്ക് മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന്റെ സ്നേഹാഭിവാദ്യങ്ങൾ. ഈ പ്രദേശത്തെ മുസ്ലിം ലീഗിന്റെ ഈ സമ്മേളനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇവിടെ മുൻകഴിഞ്ഞ പ്രസംഗകരെല്ലാം സൂചിപ്പിച്ചിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആവേശോജ്വലമായ നിങ്ങളുടെ പ്രവർത്തന മേഖലയിൽ നിങ്ങൾ കാണിച്ച ഈ സമ്മേളന നഗരിയിലെ സംഗമം മുസ്ലിം ലീഗിന്റെ ഒരു എളിയ ഖാദിം എന്ന നിലയിൽ ഞാനും സന്തോഷത്തോടുകൂടി ആവേശത്തോടുകൂടി നോക്കിക്കാണുകയാണ്. അള്ളാഹു ഈ അന്തസ് എന്നെന്നും നിലനിർത്തുമാറാകട്ടെ എന്ന് സാന്ദർഭികമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇന്ത്യ രാജ്യത്ത് ലീഗുകാരന്റെ തല എണ്ണി നോക്കുമ്പോൾ വളരെ കുറവാണ്. പക്ഷെ തൂക്കി നോക്കുമ്പോൾ ലീഗിന്റെ തലച്ചോറിനാണ് കനം കൂടുതൽ എന്ന് നമുക്കൊക്കെ ബോധ്യമാണ്. നമ്മൾ പറഞ്ഞ രാഷ്ട്രീയം ഇന്ത്യ രാജ്യത്ത് അന്വർത്ഥമായി, എതിരാളികൾ പറഞ്ഞതെല്ലാം അനർത്ഥമായി. അങ്ങനെ നിൽക്കുമ്പോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വ്യാപ്തിക്കപ്പുറം, പരിധിക്കപ്പുറം ജനകീയമായി മാനുഷിക പരിഗണന വെച്ച്, അല്ലെങ്കിൽ ജീവജാലങ്ങളെ പരിഗണിച്ച്, പ്രകൃതിയെ സ്നേഹിച്ച്, കഷ്ടപ്പെടുന്നവരെ ആശ്വസിപ്പിച്ച് ഏതൊക്കെ മേഖലകളിലെല്ലാം കൈവെക്കാൻ സാധിക്കും എന്ന് മുസ്ലിം ലീഗ് ആഴ്ന്നു ചൂടുന്ന് പരിശോധിക്കുകയും ആ തൊട്ടതൊക്കെ ലീഗ് പൊന്നാക്കുകയും ചെയ്തിരിക്കുകയാണ്. നമ്മൾ ചർച്ച ചെയ്യാത്ത വിഷയങ്ങൾ ഈ ആകാശത്തിന് കീഴെ നന്നേ കുറവാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഒരു ഗ്രാമസഭയിൽ പോലും എത്തില്ല എന്ന് ധരിച്ചവരുണ്ടായിരുന്നു. ആ സഭ വിട്ട് ഞങ്ങൾ ഐക്യരാഷ്ട്ര സഭയിലെത്തി. ചില്ലറ കാര്യമല്ല. ഈ ലീഗ് ചെറിയ ലീഗാണെന്ന് പറഞ്ഞിരുന്നു. ഈ ലീഗ് തന്നെ അറബി ലീഗിലും എത്തി. അങ്ങനെ വെച്ച് നോക്കുമ്പോ നമ്മൾ അധിക ആളുകൾ എന്നുള്ളതല്ല,
ഉള്ളത് കുറുന്നനെ എന്ന് പറയുന്നത് പോലെ ഏതൊക്കെ മേഖലയിൽ ചെന്ന് ഈ ശുഷ്കിച്ച അല്ലെങ്കിൽ അങ്കുലി പരിമിതമായ വിരലിലെണ്ണാവുന്ന ആളുകളെ കൊണ്ട് വിസ്മയം സൃഷ്ടിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ന്യൂനപക്ഷ കേരളത്തിന് നാം കൊടുത്ത ഏറ്റവും വലിയ സംഭാവന, ഏറ്റവും വലിയ നേട്ടം, നമ്മൾ അരക്ഷിത ബോധമുള്ളവരായില്ല. യു പിക്കാരെ പോലെ, കാശ്മീരിയെ പോലെ അവിടെ മുസ്ലിങ്ങൾ ന്യൂനപക്ഷം എണ്ണത്തിലും വണ്ണത്തിലും കുറവല്ല. അവർക്കൊന്നും ആർജിച്ചെടുക്കാൻ കഴിയാത്ത സുഖസമൃദ്ധി സാംസ്കാരിക കൈരളിയിൽ ഞാനിവിടെ വരുമ്പോ ഇവിടെ പ്രസംഗിച്ചു കൊണ്ടിരുന്ന മാഷ് സൂചിപ്പിച്ച പോലെ ഒരു അന്തസ്സാർന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ കേരളക്കരയിൽ നാം ആർജിച്ചെടുത്തു. പൊതുസമൂഹത്തിൽ അദ്ദേഹം പറഞ്ഞത് അതങ്ങനെ തന്നെയാണ്. ബഹുസ്വര സമൂഹത്തിൽ ഈ പേരുപയോഗപ്പെടുത്തി ഈ വേഷവിധാനത്തിൽ നമ്മെ അംഗീകരിക്കാൻ ആളുകളുണ്ടായി, നമ്മെ മാനിക്കാൻ ആളുകളുണ്ടായി, ജനകീയ സഭകളിൽ നമുക്ക് പ്രാതിനിധ്യമുണ്ടായി. അങ്ങനെ വന്നപ്പോൾ കേരളീയ ജനത ഉയർന്നു ചിന്തിച്ചപ്പോൾ നമുക്ക് ഉയരത്തിൽ പറക്കാൻ കഴിഞ്ഞു. ഇത് പാലക്കാട് വിട്ടാൽ തമിഴ്നാട്ടിൽ കാണാത്തതാണ്. ഇത് കാസർഗോഡ് വിട്ടാൽ കർണാടകയിലും കാണാത്തതാണ്. യു പിയിലെ കുഞ്ഞാലിക്കുട്ടിക്ക് പോലീസിന്റെ ബൂട്ടിട്ട് ചവിട്ട് കൊള്ളുമ്പോ കേരളത്തിലെ കുഞ്ഞാലിക്കുട്ടിക്ക് പോലീസിന്റെ സല്യൂട്ട് കിട്ടുന്നു എന്നത് ചില്ലറ കാര്യമല്ല. നമ്മൾ എങ്ങനെയാണ് ഇത് ആർജിച്ചെടുത്തത്? നമ്മൾ കേരളക്കരയിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നമ്മൾ ചെയ്തു കൂട്ടിയതെല്ലാം നന്മയുടേതാണ്. പോളിറ്റ് ബ്യൂറോ ചേർന്ന് കഴിഞ്ഞ കാലത്ത് ഞങ്ങൾ ചെയ്തത് തെറ്റായിരുന്നു എന്ന് പറയുന്ന ഒരു പാരമ്പര്യ പൈതൃകം പോലെയല്ല മുസ്ലിം ലീഗിന്റെ ഡയറി, മുസ്ലിം ലീഗിന്റെ നിഘണ്ടു, മുസ്ലിം ലീഗിന്റെ പ്രവർത്തന പാന്താവ് പിറകിലോക്കിട്ട് തിരിഞ്ഞു നോക്കുമ്പോ ആത്മാഭിമാനത്തിന് വക നൽകുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്നത് വിവാഹത്തിലെ ആർഭാടവും ധൂർത്തും ആഭാസവും ഒക്കെയാണ്. അതിന് ഏറ്റവും നല്ല സർട്ടിഫിക്കറ്റ് നൽകിയത് മാധ്യമം ദിനപത്രത്തിൽ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നാണ്. പല പ്രസിദ്ധീകരണങ്ങളും അത് സംബന്ധമായി വിനീതൻ നോക്കി. എന്റെ ചെറിയ വായനക്കിടയിൽ എനിക്ക് ശ്രദ്ധേയമായ വരികൾ കാണാൻ കഴിഞ്ഞത് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന്റെ മാധ്യമത്തിലെ ലേഖനമാണ്. അദ്ദേഹം പറഞ്ഞത്, വിവാഹത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ ലീഗ് എടുത്തതുപോലെയുള്ള ചില തീരുമാനങ്ങൾ കേരളത്തിൽ പലരും എടുത്തിരുന്നു. പക്ഷേ വേണ്ട ഫലം അത് ഉളവാക്കിയില്ല. ലീഗ് ഏറ്റെടുത്താൽ മറ്റുള്ളവർ ഏറ്റെടുത്തതുപോലെയല്ല, ഇതിന്റെ റിസൾട്ട് ഉണ്ടാകും. ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നാണ് പറയുന്നത്. പത്രം ചന്ദ്രികയല്ല, മാധ്യമമാണ്. എന്നിട്ട് അദ്ദേഹം പിറ്റത്തെ പാരഗ്രാഫിൽ പറയുന്നതാണ് ഞാൻ അടിവരയിട്ട് നിങ്ങളെ മുമ്പാകെ സമർപ്പിക്കുന്നത്. അദ്ദേഹം പറയുന്നു, ഈ കാര്യത്തിൽ ലീഗിനാണ് ഏറെ ചെയ്യാനുള്ളത്. കാരണം മുസ്ലിം ലീഗിന്റെ ജനപ്രതിനിധികളാണ് മലബാറിൽ അധികവും എന്നുള്ളതല്ല അതിന്റെ കാരണം. ലീഗിന്റെ പഞ്ചായത്ത് മെമ്പർ, ബ്ലോക്ക് മെമ്പർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ, MLA-മാർ, മന്ത്രിമാർ, ഇങ്ങനെ ജനകീയ സഭയിൽ ലീഗിന്റെ പ്രാതിനിധ്യമല്ല. ലീഗ് തീരുമാനിച്ചാൽ മാറ്റം പെട്ടെന്നുണ്ടാകും എന്നതിന്റെ കാരണം, അദ്ദേഹം പറഞ്ഞ കാരണം, വിവാഹം പോലെയുള്ള കാര്യങ്ങളിലെ അരുതായ്മകൾക്കെതിരെ തീരുമാനമെടുക്കാനുള്ള ആർജവവും അതിനുള്ള അധികാരവും മഹല്ലത്തുകൾക്കാണ്. ഞാൻ അദ്ദേഹത്തിന്റെ വരിയാണ് ഉദ്ധരിക്കുന്നത്, മഹല്ലത്തുകൾക്കാണ്. മലബാറിലെ 99% മഹല്ലത്തുകളും കൈകാര്യം ചെയ്യുന്നതിൽ മുസ്ലിം ലീഗ് പ്രവർത്തകരുണ്ട്. മാത്രവുമല്ല, പള്ളിയിലെ ഖത്തീബുമാരും മുദരിസുമാരും അതിന്റെ ആളുകളും പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ കൽപ്പിച്ചാൽ അംഗീകരിക്കുന്നവരും അനുസരിക്കുന്നവരുമാണ്. ആ നിലക്ക് തങ്ങൾ അധ്യക്ഷനായ ഒരു പാർട്ടി ഒരു തീരുമാനം പറഞ്ഞാൽ ഇപ്പറഞ്ഞ കോലത്തിലുള്ള മഹല്ലത്തുകളിലേക്ക്, അതായത് ഭാരവാഹികൾ ലീഗുകാർ, ഉസ്താദന്മാർ, പാണക്കാട്ട തങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്നവർ, അങ്ങനെയുള്ള മഹല്ലത്തിൽ ആരേക്കാളേറെ ഒരു തീരുമാനമെടുത്താൽ മാറ്റം പെട്ടെന്നുണ്ടാവുക മുസ്ലിം ലീഗിനാണ്. അത് അടിവരയിടേണ്ട വാക്കാണ്. ഭൂരിഭാഗം മഹല്ലത്തുകളും
അതിന്റെ ഭാരവാഹിത്വത്തിൽ മുസ്ലിം ലീഗുകാരാണെന്ന് പറയുന്നത് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നാണ്. നമ്മൾ ഈ ഭാരവാഹിത്വത്തിൽ ഇരുന്നിട്ട് ഇതുവരെ അതിനെ ദുരുപയോഗം ചെയ്തിട്ടില്ലല്ലോ. അതും വേറെ വായിക്കേണ്ടതാണ്. CPM എങ്ങാനും ഒരു ബാങ്കിൽ വന്നാൽ പിന്നെ ഇസ്രാഫിൽ സൂറിൽ ഊതുന്ന വരെ അവർക്ക് തന്നെയാണ് ആ ബാങ്ക്. അവരൊരു പഞ്ചായത്ത് ഭരിച്ചാൽ പിന്നെ ആ പഞ്ചായത്ത് അവർക്ക് തന്നെ. ഏത് കാലം നോക്കിയാലും അവരേതെങ്കിലും ഒന്ന് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ എല്ലാം കമ്മ്യൂണിസ്റ്റ് വൽക്കരണമാണ്. അങ്ങനെ വേറെ പല ആളുകളുണ്ട്. എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രയധികം മഹല്ലത്തുകൾ കൈകാര്യം ചെയ്യുന്നു മുസ്ലിം ലീഗിന്റെ പ്രതിനിധികൾ അല്ലെങ്കിൽ അതിൽ മെമ്പർഷിപ്പുള്ള ആളുകൾ. ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന്റെ ലേഖനം പ്രസക്താണ്. പ്രസിഡന്റ്, സെക്രട്ടറി, ഭാരവാഹിത്വത്തിൽ അധികം ലീഗിൽ പ്രകടനത്തിന് പോകുന്നവർ, അതിൽ മെമ്പർഷിപ്പ് ഉള്ളവർ ദുരുപയോഗം ചെയ്യുന്നില്ല. വളരെ സത്യമല്ലേ? എന്താ സത്യം? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു ഈ മഹല്ലത്തുകൾ അധികാരത്തിലേറിയിരുന്നുവെങ്കിൽ, അവരായിരുന്നു ഇത് കൈകാര്യം ചെയ്തിരുന്നത് എങ്കിൽ അവരും അവിടെയും ഈ വൽക്കരണം നടത്തുമായിരുന്നു. എന്നാൽ നമ്മൾ ചെയ്തത് എന്താ? നമ്മൾ ഇന്ന് വരെ പാണക്കാട്ട തങ്ങൾ ഈ ബന്ധം വെച്ച് എല്ലാ ഉസ്താദന്മാർക്കും ഒരു സർക്കുലർ അയച്ചിട്ട് ഖുത്ബോധന നേരത്ത് യാ അയ്യുഹന്നാസ് എന്ന് പറയുന്ന കൂട്ടത്തിൽ വോട്ട് ഫോർ കോണി എന്നാണ് പറഞ്ഞാൽ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. അതാ വ്യത്യാസം. ജനങ്ങളെ ഉപദേശിച്ചിട്ട് ഇവിടെ പള്ളി മഹല്ലത്തുകളെ രാഷ്ട്രീയ സംവിധാനങ്ങൾക്കായി തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇപ്പോ ഗുരുവായൂരിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ ഒരു പള്ളിയിൽ ഏറ്റവും കൂടുതൽ പ്രസംഗത്തിൽ സൂചിപ്പിച്ചുകൊണ്ടേയിരുന്നത് വാദ്യമേളങ്ങളെ കുറിച്ച്, ചെണ്ടയെ കുറിച്ച് ഇങ്ങനെ ആയിരുന്നു. നമുക്ക് അപ്പോ ഒന്നും അത്ര പിടികിട്ടിയില്ല. കാരണം സമദാനിക്കെതിരെ മത്സരിച്ചിരുന്ന PT കുഞ്ഞു മുഹമ്മദിന്റെ ചിഹ്നം ചെണ്ടയായിരുന്നു. അപ്പൊ അതിങ്ങനെ ഇഷാർത്താക്കുക ഇടക്കിടക്കിടക്കൊക്കെ. അപ്പൊ അതൊരു താല്പര്യം. ആ പള്ളിക്ക് പിന്നീട് ചെണ്ടപ്പള്ളി എന്ന് നാട്ടുകാർ പേരിട്ടു. അള്ളാഹു കാക്കട്ടെ. അപ്പോ ദുരുദ്ദേശപരമായി നന്മയുടെ വേദികളെ വരെ ദുരുപയോഗം ചെയ്യുന്നു. എന്നാൽ ലീഗിന് ഈ പവറും അധികാരമൊക്കെ ഉണ്ടായിട്ട് ആ കോലത്തിൽ മുസ്ലിം ലീഗ് ചിന്തിച്ചില്ല. കുറഞ്ഞു വരിക. എനിക്കും ഇല്ല എനർജി. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു രാഷ്ട്രീയ പാർട്ടി തൊട്ടതൊക്കെ പൊന്നാക്കുകയാണ്. വിവാഹ ധൂർത്ത്, ആഡംബരം, ഇതൊരു ചർച്ചയായി കേരളത്തിൽ ഇപ്പോൾ വന്നത്. അത് അതിന്റെ മാന്യതയുടെ സർവ്വസീമകളും കടന്നു പോകുന്നു എന്ന് മാത്രമല്ല, അതിന്റെ നിയന്ത്രണത്തിന്റെ പൂട്ടും കൊളുത്തും പൊട്ടി പുറത്തു ചാടുന്നു എന്നുള്ളതാണ്. പൂച്ചക്കാര് മണികെട്ടും എന്ന ചോദ്യത്തിന് ഉത്തരമായി മുസ്ലിം ലീഗ് കടന്നു വരികയാണ്. നമ്മൾ എന്നിട്ട് ചെയ്തത് എന്താ? എല്ലാ കല്യാണ പന്തലിലേക്കും ഗ്രീൻ കാർഡ് വളണ്ടിയർമാരെ പറഞ്ഞേക്കലല്ല ചെയ്തത്. എല്ലാവരെയും നമ്മൾ വിളിച്ചുകൂട്ടി. ചെറുശ്ശേരി ഉസ്താദ് വരൂ, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ വരൂ, ഹുസൈൻ മടവൂര് വരൂ, അബ്ദുള്ള കോയ മദനി വരൂ, ആരിഫ് അലി വരൂ. നമ്മൾ ഒന്നിച്ചൊരു മേശക്ക് ചുറ്റും ഇരുത്തി സംസ്ഥാന കേരള, ദക്ഷിണ കേരള, സമസ്ത കേരള, സുന്നി വിദ്യാഭ്യാസ ബോർഡ്, നദ്വത്തുൽ മുജാഹിദീൻ എല്ലാവരെയും ഒരു മേശക്ക് ചുറ്റും ഇരുത്തി ഇതിന്റെ ഭവിഷ്യത്തിനെ കുറിച്ച് പറയാ. കുല്ലുക്കും റായിൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയ്യതിഹി. എല്ലാവർക്കും ഉള്ള ഉത്തരവാദിത്വം. എല്ലാവരുടെയും ഉത്തരവാദിത്വം സംബന്ധിച്ച് പടച്ചവൻ ചോദ്യം ചെയ്യപ്പെടും. ഒരു രാഷ്ട്രീയ പാർട്ടി മുൻകൈയെടുത്താണ് ഈ തീരുമാനം. ഇതാദ്യമായിട്ടല്ല. ഒന്നിലധികം ഖാലിമാർ നമ്മുടെ മഹല്ലത്തിൽ വന്ന ഒരു ഘട്ടം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? പണ്ട് ബാപ്പ ലീഗാണെങ്കിൽ മക്കളും ലീഗാ, ബാപ്പ CPM ആണെങ്കിൽ മക്കളും CPM. അങ്ങനെ കുടുംബത്തിലൊരു ഐക്യം ഉണ്ടായിരുന്നു. ബാപ്പ സുന്നി ആണെങ്കിൽ മക്കൾ സുന്നി, ബാപ്പ മുജാഹിദ് ആണെങ്കിൽ മക്കൾ മുജാഹിദ്. അങ്ങനെ ഇന്നങ്ങനെയല്ല. ബാപ്പ ലീഗാണെങ്കിൽ ഉമ്മ കോൺഗ്രസ്, അതിന്റെ താഴെയുള്ള DYFI, അതിന്റെ താഴെയുള്ള SDPI, അതിന്റെ താഴെ SFI, ഏറ്റവും MSF ആണ്, അതിന്റെ താഴെ ഒരുത്തുണ്ടെങ്കിൽ ABVP. ഇങ്ങനെ പോവുകയാണ്.
ഇതുപോലെ ഒരു വീട്ടിൽ ഒന്നിലധികം പാർട്ടി വന്നിരുന്നത് പോലെ ഖാലിമാർ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ദുരിതമുണ്ടാക്കുന്ന രൂപത്തിൽ ഒരേ വീട്ടിൽ 2 കൊലത്തിൽ, പടിഞ്ഞാറകത്ത് നോമ്പ്, കിഴക്കകത്ത് പെരുന്നാൾ. ഒരാൾ നവൈതു സോമോദീൻ അപ്പുറത്ത്, ഒരാൾ തക്ബീർ ചൊല്ലിയിട്ട് ഇപ്പുറത്ത്. ഒരാൾ പറഞ്ഞു അറഫ നോമ്പാണ്, ഇന്ന് സുന്നത്ത് നോമ്പ്. വേറൊരാൾ പറഞ്ഞു ഇന്ന് ബലിപെരുന്നാളാണ്, ഇന്ന് ബലിപെരുന്നാളാണ്. അറുക്കാൻ കൊണ്ടുവന്ന മൃഗം നോക്കി നിൽക്കെ സുൽത്താൻ ബത്തേരിയിലെ പള്ളിയിലെ മുസല്ലയിലിട്ട് അനുജൻ ജ്യേഷ്ഠനെ കുത്തിക്കൊന്നു. വിരോധം മൂത്തിട്ട്. ആലോചിക്കണം. അവിടെയും നമ്മൾ ഇടപെട്ടു. ഇതുപോലെ എല്ലാ ആലിമീങ്ങളെയും വിളിച്ചു വരുത്തി, ഒരു മേശക്ക് ചുറ്റും ഇരുത്തി. അന്ന് നമ്മൾ രൂപീകരിച്ച സംഘടനയുടെ പേരാണ് മുസ്ലിം സൗഹൃദ വേദി. അൽഹംദുലില്ലാഹി അൽഫമറ. ഇന്ന് വരെ കേരളക്കരയിൽ ഈ മുഹറം മാസ പിറവി വരെ നോമ്പും പെരുന്നാളും 2 കോലത്തിൽ പ്രഖ്യാപിക്കുന്ന ഒരു ദുരിതത്തിലേക്ക് കാര്യങ്ങൾ എത്തിയില്ല. അതിന് ഈ പച്ചക്കൊടി വഹിച്ച പങ്ക് മഹത്തരാണ്. ആലോചിക്കണം. മതമില്ലാത്ത ജീവന്റെ കാര്യത്തിലും ഇതുപോലെ നമ്മൾ ഒത്തൊരുമിച്ചു. ശരീഅത്ത് വെല്ലുവിളി നേരിട്ടപ്പോ മുതലക്കുളം മൈതാനിയിൽ പോയി നമ്മൾ എല്ലാവരും ഒന്നിച്ചിരുന്നു. രാഷ്ട്രപതിയോട്, പ്രധാനമന്ത്രിയോട് കാര്യങ്ങൾ പറഞ്ഞു. എങ്ങനെ ഒരു സമരം വരുമ്പോഴേക്ക് KSRTC തകർക്കും, റെയിൽവേ തകർക്കും, രാജ്യത്തിന്റെ ഖജനാവിന് വമ്പൻ നഷ്ടായിരിക്കും. ശരീഅത്ത് ബില്ല് പാസാക്കാൻ പണ്ഡിതന്മാരും ഈ ഉലമാ ഉമറ ഒന്നിച്ച് അന്ന് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ഇരുന്ന് ബനാത്ത് വാല അവിടെ ബില്ല് അവതരിപ്പിച്ച് പ്രവർത്തിച്ചു. ഇവിടെ ബില്ലിനെ പറ്റി നാട്ടിൽ പ്രസംഗിച്ചു, പ്രാർത്ഥിച്ചു. സിൻഫാൻ മിൻ ഉമ്മത്തി ഇദാ സലഹ സലഹ الناس كلهم وإذا فسد فسد الناس كلهم العلماء والأمراء. ആ രണ്ടിനെയും ഒന്നിച്ച് ഒരു കയ്യായി, ഒരു മെയ്യായി, ഒരു രാഗമായി, ഒരു താളമായി നമ്മൾ ഒന്നിച്ചു നിർത്തിയപ്പോ ഇസ്ലാമിക ശരീഅത്തിന്റെ ബില്ല് പാസ്സാക്കിയെടുക്കാൻ സാധിച്ചു. മുതലക്കുളം മൈതാനിയിലാണ് നമ്മൾ ഒത്തുകൂടിയത്. നമ്മൾ ശരിക്കും മുതലാക്കി. പക്ഷെ ചില ആളുകൾക്ക് മുതലക്കുളം മൈതാനി മുതലാക്കാനും കുളമാക്കാനുമുള്ളതാണ്. നമ്മൾ രാജ്യത്ത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സമരങ്ങൾ നടത്തി രാജ്യത്തിന്റെ ഖജനാവിന് നഷ്ടമുണ്ടാക്കിയപ്പോ ഇസ്ലാമിക ശരീഅത്തിന്റെ പേരിൽ നമ്മൾ നിശബ്ദ വിപ്ലവ നടത്തിയത്. പ്രധാനമന്ത്രിയോടും രാഷ്ട്രപതിയോടും കത്തെഴുതി കമ്പിയടിച്ചു പറഞ്ഞു, ഇത് ഞങ്ങളുടെ ജീവന്റെ പ്രശ്നമാണ്, ആത്മാഭിമാനത്തിന്റെ പ്രശ്നമാണ്. 2 വരിയിൽ എല്ലാ മഹല്ലത്തിൽ നിന്നും കത്തും കമ്പിയുമായി അങ്ങോട്ട് ചെന്നു. സമരത്തിൽ ഖജനാവിന് നഷ്ടമുണ്ടായില്ലെന്ന് മാത്രമല്ല, സഹകരിക്കണില്ല. ഞാൻ പെട്ടെന്ന് നിർത്തും. ഖജനാവിന് നഷ്ടമുണ്ടാക്കിയെന്ന് മാത്രമല്ല, ഉണ്ടാക്കിയില്ലെന്ന് മാത്രമല്ല, രാജ്യത്തിന്റെ കമ്പിത്തപാൽ വകുപ്പിലേക്ക് കോടാനുകോടി രൂപ ആ സമരത്തിൽ ലാഭം ഉണ്ടായത്. നന്മ, സർവത്ര നന്മ. അതുപോലെ നമ്മൾ മദ്രസ സംവിധാനം രാവിലെയാക്കുന്ന, സ്കൂൾ രാവിലെയാക്കി മദ്രസയെ അവതാളത്തിലാക്കുന്ന നിയമം വന്നപ്പോ എല്ലാവരും ഒന്നിച്ച് അണിനിരന്നു. അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഉയർന്നു ചിന്തിച്ചപ്പോൾ കേരളത്തിൽ ഉയരത്തിൽ പറക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഇസ്സത്ത് തകർക്കാൻ, നമുക്ക് ബദലാകാൻ ചില പുതിയ പുതിയ ആളുകൾ കടന്നു വരുന്നു. അവര് ലക്ഷ്യമാക്കുന്നത് എന്താണ്? അവര് ലക്ഷ്യമാക്കുന്നത് ചെറുപ്പക്കാരെയാണ്. ഈ ചെറുപ്പക്കാരോട് അവർ നേരത്തെ പറഞ്ഞിരുന്നത് എന്താ? രാഷ്ട്രീയക്കാരന്റെ വോട്ടിന്റെ മഷി കയ്യിൽ പുരളാൻ പാടില്ലെന്നാണ്. ISS ആയും അതുപോലെ NDF ആയും പോപ്പുലർ ഫ്രണ്ടായും പല പേരിലായി നമ്മുടെ നാട്ടിൽ രംഗപ്രവേശം നടത്തി. അവര് രാഷ്ട്രീയത്തിൽ പോകുന്നതിനെ നിശിതമായി വിമർശിച്ചു. ഞാൻ ഇന്നും ഒരു മാധ്യമത്തിന്റെ ഒരു ലേഖനം സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. ബാബരി മസ്ജിദ് പതന ശേഷം ശിഹാബ് തങ്ങളുടെ ചിത്രം കൊടുത്തുകൊണ്ട് അന്ന് O. അബ്ദുള്ള എഴുതിയ ലേഖനം. ആ ലേഖനത്തിൽ ശിഹാബ് തങ്ങളുടെ പിക്ചറിന് താഴെ അടിക്കുറിപ്പ് ഇങ്ങനെയാണ്: ആത്മീയത കൈമോശം വന്ന വെറും രാഷ്ട്രീയക്കാരൻ എന്നാണ്. ഇഖ്ലാസ് ഇല്ല എന്ന് പറഞ്ഞുപോയി.
ആലോചിക്കണം. അന്ന് നമ്മെ ഉപദേശിക്കാൻ ആളുകൾ ഉണ്ടായി. ഇവർ മറ്റുള്ള പ്രദേശങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? ഇപ്പോൾ നമ്മുടെ നാട്ടിലൊരു പോസ്റ്റർ ഉണ്ട്. ഡിസംബർ 6 വരുന്നതിന് മുമ്പേ എല്ലാ കൊല്ലവും ഇറങ്ങുക പോസ്റ്റർ, ഈ പള്ളി മറക്കാതിരിക്കുക. നമ്മൾ ചെയ്യുന്ന പണി എന്താ? നമ്മൾ ചെയ്ത പണി, ചെയ്യുന്നതല്ല, ചെയ്ത പണി. അങ്ങനെ ഒരു അബദ്ധം വന്നപ്പോ, അങ്ങനെ ഒരു ട്രാജഡി, ഒരു ദുരന്തം വന്നപ്പോ ഇന്ത്യയുടെ പാർലമെന്റിൽ ബനാത്ത് വാല ഒരു ബില്ല് അവതരിപ്പിക്കുകയാണ്. 47 ഓഗസ്റ്റ് 15 കട്ട് ഓഫ് ഡേറ്റ് ആയി അംഗീകരിച്ച് ആരാധനാലയങ്ങളുടെ നിജസ്ഥിതി പരിഹരിക്കണം. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അവനാന്റെ ആധാരം ഉണ്ടാക്കുക. അന്ന് ആർക്കൊക്കെ പള്ളിയുണ്ടോ അതൊക്കെ പള്ളി, ആർക്കൊക്കെ ക്ഷേത്രമുണ്ടോ അതൊക്കെ ക്ഷേത്രം, ആർക്കൊക്കെ ചർച്ചുണ്ടോ അതൊക്കെ ചർച്ച്, ആർക്കൊക്കെ ഗുരുദ്വാരകളുണ്ടോ അതൊക്കെ ഗുരുദ്വാര. അവനാൻ ആധാരം ഉണ്ടാക്കാൻ. അങ്ങനെ 47 ഓഗസ്റ്റ് 15 കട്ട് ഓഫ് ഡേറ്റ് ആയി അംഗീകരിച്ച് ആരാധനാലയ ബില്ല് അവതരിപ്പിച്ച് ഇന്ത്യയിൽ അത് നിയമമായി. ഈ പള്ളി മറക്കാതിരിക്കുക എന്നല്ല, ഒരു പള്ളിയും ഇനി പൊളിക്കാതിരിക്കുക എന്നുള്ളതാണ് ബനാത്ത് വാല നേടിയെടുത്തത്. നമ്മൾ ചെയ്യുന്നത് ഒരാളായാലും രണ്ടായാലും അതാണ്. അധികം ആളൊന്നും വേണ്ട. ഞാൻ പറയാറുണ്ട്, നമ്മുടെ ടി.കെ. ഹംസാക്കൊക്കെ നടന്ന് പ്രസംഗിക്കലുണ്ട്. ഞങ്ങൾക്ക് ഒരുപാട് MP-മാരുണ്ട് ലീഗിനേക്കാൾ. ഞങ്ങൾക്ക് 1-2 ഉള്ളൂ. കളിയാക്കി പറയും പൊന്നാര ഹംസാക്ക. ഈ 2 ആള് എന്ന് പറയുന്നത് ഞങ്ങൾ ആടിന്റെ അകട്ടിലെ മുലക്കണ്ണി പോലെ കാണുക. അതിന്റെ പാലിന്റെ മേന്മ മഹത്തരാണ്. പക്ഷേ നാട്ടിൽ തെണ്ടി നടക്കുന്ന പട്ടികളുടെ അകട്ടിലൊക്കെ 54ഉം 60ഉം മുലക്കണ്ണി ഉണ്ടായിട്ട് നാട്ടുകാർക്ക് എന്ത് കാര്യമാണ്? ആളുണ്ട് എന്നുള്ളതല്ല വിഷയം. ലക്ഷം മനുഷ്യർ കൂടുന്നിടത്ത് ലക്ഷണമൊത്തവർ 1-2. കുഞ്ഞൻ നമ്പ്യാരെ കവിതയാണ്. ഞങ്ങൾ അങ്ങനെയാ അവിടെ നേടിയെടുത്തു. സ്പെഷ്യൽ മാരേജ് ആക്ട്, ഒരു പോക്കർ സാഹിബ് ഒറ്റ കടരാട് അത്ഭുതം വിളയിച്ചു. ഞങ്ങൾ വലിയ രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിലും രാഷ്ട്രീയ ബന്ധത്തിലൂടെ നേട്ടങ്ങൾ കൊയ്തു. ഇന്ന് എല്ലാവരും അത് അനുഭവിക്കുന്നു. എന്നാൽ പലരും പറയുന്നത് എന്താ? ഇന്ന് ഒന്നുകൊണ്ട് മുസ്ലിം ലീഗിന് ബദലാകാൻ, പ്രത്യേകിച്ച് മലപ്പുറത്ത് ഇപ്പൊ എന്താ കുറവ്? ഇടതുപക്ഷത്തോടൊന്ന് ചോദിക്കാം, മലപ്പുറത്ത് എന്താ കുറവ്? അപ്പൊ അച്യുതാനന്ദൻ പറയും, ഞാൻ പറയാം, മലപ്പുറത്ത് കുറച്ച് അധികമാണ്, ഗവർണർ ഇടപെടണം. മലപ്പുറത്ത് അധികമാണെന്ന് ആക്ഷേപമാണ് ഇപ്പോൾ. ആ ചോദ്യം നിന്നു. ലീഗ് എന്തേ ചെയ്ത്? ലീഗേ ചെയ്യുന്നുള്ളൂ. ലീഗ് കുറച്ച് അധികം ചെയ്യുന്നു. ലീഗ് സ്ഥാപനം കൊണ്ടുവരാം. ഇവർക്ക് എന്താ പണി? ലീഗ് മെഡിക്കൽ കോളേജ് ഉണ്ടാക്കും, പോളിടെക്നിക് ഉണ്ടാക്കും, ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഉണ്ടാക്കും. ഇവർക്ക് എന്താ പണി? ഇവർ അതിന്റെ ഉള്ളിൽ കയറി SFI ഉണ്ടാക്കും. കുറെ ആൾക്കാർ അതിന്റെ ഉള്ളിൽ കയറി പോപ്പുലർ ഫ്രണ്ട് ഉണ്ടാക്കും. നമ്മൾ നല്ല വാട്ടർ ടാങ്ക് ഉണ്ടാക്കും, നല്ല ജലസേചന പദ്ധതി. കുറെ ആൾക്കാർക്ക് പണി എന്താ? കുമ്മായം കലക്കുക, PDP ബുക്കിട്, STPI ബുക്കിട്. വേറൊരു പണിയില്ല. നമ്മുടെ കൈമുതൽ സ്ഥാപനങ്ങളാണ്, സംവിധാനങ്ങളാണ്, പദ്ധതികളാണ്. ഇവരുടെ കൈമുതലോ ബക്കറ്റും കുമ്മായവും. നമ്മുടെ പിന്നണി ആളുകളാരാ? ഈ ആയിരങ്ങളാണ്. ഇവരുടെ പിന്നണി ആളുകളോ ടെലിഫോൺ പോസ്റ്റുകളും ഇലക്ട്രിക് പോസ്റ്റുകളുമാണ്. ഇവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം അതാണ്. നോട്ടീസ് ഒട്ടിക്കാൻ എളുപ്പമാണ്. ഫലസ്തീനിൽ പോയി അഹമ്മദ് ഇടപെടുകയാണ്, ബഡായിയല്ല, ഇടപെടുകയാണ്. ഒരു ഈ അഹമ്മദ് മലപ്പുറത്ത് നിന്ന് ജയിച്ച് മന്ത്രി അല്ലാതായപ്പോ സന്തോഷിച്ചവരുണ്ട്. മുമ്പ് മന്ത്രിയായപ്പോ ഈ അഹമ്മദിന്റെ മന്ത്രിസ്ഥാനം ഇന്ത്യ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ ചങ്കിനേറ്റ കുത്താണെന്ന് പറഞ്ഞ ആളാ അച്യുതാനന്ദൻ. ഈ അഹമ്മദ് ഒരാളെ കൊന്നതിലും പ്രതിയല്ല. എന്നാൽ ജുഡീഷ്യറിയുടെ നോട്ടപ്പുള്ളിയായ സാക്ഷാൽ മോഡി ഇന്ത്യ ഭരിക്കുന്നു. മിസ്റ്റർ അച്യുതാനന്ദൻ, എന്തേ അങ്ങ് ഹാലിളകാത്തത്? മതേതരത്വത്തിന്റെ ചങ്കിനേറ്റ കുത്തെന്ന് പറയാൻ
ഞങ്ങളുടെ മന്ത്രിമാരുടെ എണ്ണം 4-ൽ നിന്ന് 5 പുരപ്പുറത്ത് കയറി അണ്ണാക്ക് പൊളിക്കുന്നവർ. എന്തേ ഈ ഒരു ജംബോ മന്ത്രിസഭ അധികാരത്തിൽ വന്നിട്ടും ആരായിവർ? തൃശൂലത്തിൽ ഗർഭസ്ഥ ശിശുവിനെ എടുത്ത് കരിച്ച് ആനന്ദ നൃത്തം ചവിട്ടിയവർ, നിരവധി കേസുകളിലെ പ്രതി, രാജ്യത്തിന്റെ നീതിപീഠത്തിന്റെ നോട്ടപ്പുള്ളി. ഇന്ത്യ രാജ്യത്തെ മറ്റു രാഷ്ട്രങ്ങൾ മുമ്പ് പറഞ്ഞിരുന്നത് കോംപ്രമൈസ്ഡ് കൺട്രി, മസ്ലഹത്തിന്റെ രാജ്യം എന്നായിരുന്നു. എന്നാൽ ഇപ്പോ റീജിയണൽ പുള്ളി, മേഖലയിലെ പോക്കിരി എന്ന അർത്ഥത്തിലാണ്. അങ്ങനെയുള്ള ഒരാളുടെ തലവൻ, ഒരു ടീമിന്റെ തലവൻ രാജ്യം ഭരിച്ചിട്ട് ഹാലളകാത്ത അച്യുതാനന്ദൻ അഹമ്മദ് മന്ത്രിയായപ്പോ വലിയ കോപ്പിരാട്ടികൾ കാണിച്ചു. ഈ അഹമ്മദ് മന്ത്രിയല്ലാതായപ്പോ ലീഗുകാർക്ക് എന്താ ഛേദം? ആദ്യത്തെ ഛേദം ഉണ്ടായത് ഫലസ്തീനിലെ റാമല്ലയിലെ കൊച്ചു പൈതലിനാണ്. ഒരു ഈ അഹമ്മദിന്റെ കപ്പൽ സാധാരണ കലാപവേളയിൽ മരുന്നുമായി വന്നിരുന്നു, വസ്ത്രവുമായി വന്നിരുന്നു. അതെവിടെയാ എന്ന് ചോദിക്കുന്ന ഫലസ്തീനിലെ കൊച്ചു പൈതലിന്റെ ചിത്രം. ഈ അഹമ്മദിനെ തോൽപ്പിക്കാൻ എന്തൊക്കെ നോക്കി. ഞാൻ വണ്ടൂരിലൊരു പൊതുയോഗം കഴിഞ്ഞ് അഹമ്മദ് സാഹിബിന് വേണ്ടി പ്രസംഗിച്ച ഇലക്ഷൻ സമയത്ത് ഒരു ഫാസ്റ്റ് ഫുഡ് കടയിൽ കയറിയതാണ്. കുറച്ച് പ്രായം ചെന്നൊരു സാധു, പ്രസംഗമൊക്കെ ഉഷാറായിട്ടാ, പക്ഷെ ഞാൻ അഹമ്മദിന് ചെയ്യൂല. അതെന്താ സംഭവം എന്ന് വെച്ചു. എടോ, ഞാൻ ഈ അഹമ്മദിന് ഹജ്ജിന് പോകാൻ വേണ്ടി എത്ര വിളി വിളിച്ചെന്നറിയാം. മൂപ്പരെടുത്തില്ല, ഫോൺ എടുത്തില്ല. ഞാൻ പറഞ്ഞ അഹമ്മദിനെ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഹജ്ജിന് എത്തൂല, ഇബ്രാഹിം നബി ഇങ്ങളെ വിളിച്ചണം, എന്നാലേ നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. ഖളായിൽ പോലും വിശ്വാസമില്ലാത്തൊരു കാട്ടുകള്ളൻ ലീഗിനെതിരെ എന്തെങ്കിലും ഒന്ന് പറയാൻ വേണ്ടി അഹമ്മദ് സാഹിബിനെ തോൽപ്പിക്കാൻ നമ്മൾ പോവുകയാണ്, ഇടപെടുകയാണ്. ഫലസ്തീനിൽ പോയി യാസർ അറഫാത്തിന്റെ കൈക്ക് പിടിച്ചിങ്ങനെ ഇരിക്കാൻ ഇക്രിമ സാബ്രി എന്ന് പറയുന്ന ഇമാം, അല്ലാഹുമ്മൻസുർ മൻ നസറ ദീന നബിയിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ ദീനിനെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ. വെടിയച്ചയുടെ കാതച്ച നിലക്കാത്ത, വെടിമരുന്നിന്റെ ഗന്ധം വിട്ടുമാറിയിട്ടില്ലാത്ത ഫലസ്തീന്റെ മണ്ണിൽ യാസർ അറഫാത്തിന്റെ കൂടെ ഇരിക്കുകയാണ് അഹമ്മദ് സാഹിബ്. അപ്പൊ എന്റെ കമ്മ്യൂണിസ്റ്റുകാരനും വെച്ചു അതുപോലെ ഫ്ലക്സ്, EMSന്റെ കൂടെ യാസർ അറഫാത്ത് ഇരിക്കുന്നത്. EMS യാസർ അറഫാത്തിനെ ഉറക്കത്ത് കണ്ടുക്കണോ? നേരിട്ടുള്ളത് പോട്ടെ, ഫ്ലക്സിൽ എന്തൊക്കെ ചെയ്യാന്നറിയോ? കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ ചെയ്തു. എന്നാൽ അഹമ്മദ് സാഹിബ് അവിടെ പോയി. എന്നാൽ ഈ കടലാസ് സംഘടനകളുണ്ടല്ലോ, നമുക്ക് ബദലാകാനും വഴിമുടക്കാനും നടക്കുന്ന ഇവർ ചെയ്യുന്ന പണി എന്താ? ഫലസ്തീൻ. അഹമ്മദ് ഇടപെടുക, എല്ലാ ഉപ്പുമഞ്ചമ്മലും പോസ്റ്ററാ. കാരണം ഇതൊക്കെയുള്ള ചെലവുള്ളൂ, അതൊരു വലിയ സംഭവമല്ലല്ലോ. അഹമ്മദ് ഇടപെടുക. നമ്മൾ നല്ല മെഡിക്കൽ കോളേജ് ഉണ്ടാക്കുമ്പോ ഇവര് വലിയ ബഹളം ഉണ്ടാക്കും, അത് സ്വകാര്യ മേഖലയിലാണ്. പക്ഷേ അത് സർക്കാർ മേഖലയിലാണെന്ന് ഉറപ്പ് വന്നാൽ സാധുക്കളും എല്ലാം വലിയും. പിന്നെ അടുത്ത പോസ്റ്ററേറ്റ് വരും. ആ പോസ്റ്റർ കാണാൻ രാവിലെ മെഡിക്കൽ കോളേജ് വേഗത്തിലാക്കുക. പിന്നെ സിമന്റ് ഒക്കെ എന്ത് സ്പീഡിലാ കുഴക്കലെന്നറിയാം. ഇവരെ വർത്താനം കിട്ടിയിട്ട് വേണം ഈ പണിയാണ്ട് തുടങ്ങാനും തോന്നിപ്പോകും. ഞങ്ങൾ എന്തെങ്കിലും അധ്വാനിച്ചു കൊണ്ടുവന്നാൽ അതിന്റെ മുമ്പിൽ വന്ന് അലിഗഡ് ഞങ്ങളെ വകയെന്ന് പറയും, ഇഫ്ലു ഞങ്ങളെ വകയെന്ന് പറയും. എന്നാൽ യഥാർത്ഥ ശത്രുവിനെതിരെ ബദലാകാൻ ഇവരില്ല. നിങ്ങൾ കണ്ണൂരിൽ പോയി ഒന്ന് ബദലാവോ? വിവരം അറിയും. കണ്ണൂരിൽ പോയി ഒന്ന് ബദലാവ്, കണ്ണൂരിൽ പോയി ഒന്ന് ബദലാവ്. മുസ്ലിം ലീഗിന്റെ കോട്ടയിൽ എല്ലാവർക്കും ബൂത്ത് ഏജന്റ് ആവാം. ഞാൻ എണ്ണണോ? എല്ലാവർക്കും ബൂത്ത് ഏജന്റ് ആകാം. എന്നാൽ മാടായി, മാട്ടൂൽ, വളപട്ടണം CPIക്ക് ബൂത്ത് ഏജന്റ് ആവാൻ കഴിയില്ല. ഘടകകക്ഷിക്ക് ബൂത്ത് ഏജന്റ് ആവാൻ കഴിയില്ല. അവിടൊക്കെ പോയി നമ്മളെ പതാക ഒക്കെ കുത്തണങ്ങ കുറച്ച് പണിയുണ്ട്. എന്നാൽ പാണക്കാട്ടെ ഹൈദരലി തങ്ങളുടെ വീട്ടിന്റെ തിരുമുറ്റത്ത് നേർക്ക് നേരെ CPMന്റെ ചെങ്കൊടിയും ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസും ഒരു കേടുപാടും കൂടാതെ നിൽക്കുകയാണ്. ഞങ്ങൾക്കൊരു ഭയമില്ല ആ കാര്യത്തിൽ. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രവർത്തിക്കാം. പാർട്ടി ഗ്രാമമില്ല ലീഗിന്റെ കോട്ടയിൽ, എല്ലാവരുടെയും ഗ്രാമമാണ്.
ഞങ്ങൾ ഒന്ന് കൂടിയിരുന്നാൽ അതിൽ ഗൂഢാലോചനയല്ല, കൂടിയാലോചനയാണ്. ആ ഇരുത്തത്തിൽ ഓരോ ബൈത്തുർ റഹ്മ വരും, CH സെന്റർ വരും. ഞങ്ങൾ ഇങ്ങനെ ഓരോ നല്ല നല്ല തീരുമാനം എടുക്കുകയാണ്. 51 ബൈത്തുർ റഹ്മ ഞങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങൾ ചന്ദ്രശേഖരന് 51 വെട്ട പ്രഖ്യാപിക്കണം. അതാ വ്യത്യാസം. കണ്ണൂരിൽ കാണാത്ത സന്തോഷം ഇവിടെ ഉണ്ട് എന്നെല്ലാവർക്കും അറിയാം. കണ്ണൂരിൽ പോയി നോക്ക്. ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ ഒരു പള്ളി ലക്ഷ്യാക്കി നീങ്ങിയാൽ തള്ളിയാലും തുറക്കാത്ത ഗേറ്റ് ഉണ്ട്. ചങ്ങലക്കിട്ട് 4ഉം 5ഉം പൂട്ടുകൊണ്ട് പോലീസുകാർ പൂട്ടിയത്. നമ്മളൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒന്ന് മൂത്രിക്കാൻ, നിസ്കരിക്കേണ്ട സമയം നിസ്കരിക്കാൻ കണ്ണൂരിൽ ഒന്ന് നോക്കണം. സുബഹി ബാങ്ക് ഞങ്ങൾ ഉറക്കം കൊടുത്തുന്നു എന്ന് പറഞ്ഞ് സുബഹി ബാങ്ക് നിരോധിച്ച കണ്ണൂരിലെ ചെറുത്ത് പള്ളി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ പരാതിയാണ്. അതെന്തെങ്കിലും പൊടി തട്ടിയെടുക്കും. സമ്മതം കിട്ടാത്ത കാരണത്താൽ 3 ഖബറിൽ മാത്രം നിർത്തിയ ബക്കളം പള്ളി നേരിട്ട് കണ്ട കാഴ്ചകളാ ഞാൻ പറയുന്നത്. പോയി നോക്കണം. ഒരു ഷിആറും അവരനുവദിക്കൂല. സോവിയറ്റ് റഷ്യയിൽ ബുഖാറയിൽ എന്താണോ ചെയ്തത് ബുഖാരി ഇമാമിന്റെ മണ്ണ്, ബംഗാളിൽ എന്താണോ ചെയ്തത് അത് തന്നെ താന്താങ്ങൾക്ക് സ്വാധീനം കിട്ടിയപ്പോ ഈ കണ്ണൂരിൽ ചെയ്തു. അതിന്റെ ഏകദേശം സാമ്പിൾ കൂട്ടായി പറവണ്ണ നമ്മുടെ തീരദേശത്തേക്ക് വന്നു. ഇത് കേവല രാഷ്ട്രീയമല്ല. ലീഗ് ചെയ്തതെന്താ? ലീഗിന്റെ ഭൂമികയിൽ എല്ലാവർക്കും പ്രവർത്തിക്കാം. സൗഹൃദത്തിനോ ഇത്രയേറെ പുഷ്പിച്ചു നിന്ന വസന്തകാലം കണക്കെ പൂത്തുലഞ്ഞാടുന്ന കേരളത്തിന്റെ മതസൗഹാർദ്ദത്തിന്റെ വടവൃക്ഷത്തിന്റെ മുകളിൽ നിന്ന് വെളിച്ചവും മുരട്ടിൽ വെള്ളവും നൽകി പോന്നവരാ നമ്മൾ. PKK ബാവ ഗുരുവായൂരിൽ മത്സരിക്കുമ്പോ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഭണ്ഡാരം തുറന്നപ്പോഴാ സ്വർണം കൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയ കോണിച്ചിഹ്നം കിട്ടിയത്. ദൈവമേ, ലീഗ് പരാജയപ്പെടരുതേ എന്ന് പറഞ്ഞ് മുസൽമാനല്ലാത്ത ഒരാൾ നേർച്ച നേർന്നതായിരുന്നു. കാസർഗോഡ് 2 MLA-മാരുണ്ട് നമുക്ക്. അബ്ദുറസാഖ് എന്ന റദ്ദുച്ചയും എന്നെ നെല്ലിക്കുന്നു. ആ 2 മണ്ഡലത്തിന്റെയും വോട്ടർ പട്ടിക ഒന്ന് കാണണം. 65% ഹൈന്ദവരാ, 35% മുസ്ലിങ്ങളുള്ളൂ. 100-ൽ 65-ഉം 35-ഉം ആണ്. ഈ 35-ൽ തന്നെ ഒറ്റക്കെട്ടല്ല. അതിൽ INL പോണം, PDP പോണം, സുഡാപ്പി പോണം. എല്ലാം ആറ്റിക്കിഴിച്ച് കുറുക്കി ഹരിച്ച് ഗണിച്ച് അവസാനം കിട്ടുന്നത് എത്ര? അവിടെയാണ് 10,000 കോണിക്ക് ലീഡ്. ആരോട്? 65 നിൽക്കുന്ന ഹൈന്ദവർ നിൽക്കുന്ന 35 നിൽക്കുന്ന 35-ൽ തന്നെ നല്ലപോലെ നിൽക്കാത്ത ആ മണ്ഡലത്തിലെ വോട്ടെണ്ണുമ്പോഴാണ് 10,000 ലീഡ്. ആരോട്? അരിവാളിനോടല്ല, താമരയോട്. 2ാം സ്ഥാനത്ത് താമരയെ തോൽപ്പിച്ച് BJP-യെ തോൽപ്പിച്ച് ലീഗിന്റെ 2 MLA-മാർ നിയമസഭയിൽ. ഏത് മണ്ണിൽ? 65% ഹൈന്ദവരുള്ള മണ്ണിൽ. എപ്പോ? മുസ്ലിങ്ങൾ തന്നെ നല്ലപോലെ നിൽക്കാത്ത സ്ഥലത്ത്. ചിഹ്നേതാ? കോണി. ആലോചിക്കണം. എങ്ങനെ പെരുമാറ്റം നന്നാക്കി. അതാണ് ഇവിടെ കുറെ ആളുകൾ ദിനേന പേരുമാറ്റാണ്. സുഹൃത്തെ, പേരുമാറ്റമല്ല, പെരുമാറ്റം തന്നെയാ പ്രധാനം. പേരുമാറിയത് കൊണ്ടായില്ല. പേര് എന്തുമിടാം. ഞാൻ അവരെ പേരും പറയുന്നില്ല, കാരണം ഞാൻ പറയുന്നതിന്റെ ഇടയിലെങ്ങാനും അവര് പേര് മാറ്റിയാലോ എന്ന് കരുതിയിട്ടാണ്. അമ്മാതിരി പേര് മാറ്റുന്ന ആളുകൾ. ഞങ്ങൾ ചെയ്തത് എന്താ? ഞങ്ങളെ കുറിച്ച് ആളുകൾക്ക് നല്ലത് പറയാനുണ്ടായി. ആദ്യത്തെ ബൈത്തുർ റഹ്മ കൊടുക്കുന്നത് മണ്ടകപ്പറമ്പിൽ മാധവനാണ്. വെറും വർത്താനല്ല, കൊടുക്കുകയാണ്. പെരിന്തൽമണ്ണയിലെ സദാനന്ദന് വീട് കിട്ടുമ്പോ DYFIയുടെ മെമ്പർഷിപ്പ് കീശയിലുണ്ട്. അവഗണിച്ചില്ല, പരിഗണിച്ചു. വേലുക്കുട്ടി ആശാരിക്ക് വീട് കൊടുക്കുമ്പോൾ ലീഗാണോ കത്തുണ്ടോ എന്ന് നമ്മൾ ചോദിച്ചില്ല. മലപ്പുറം ജില്ലയുടെ കലക്ടർ ചോദിച്ച വീടാണ് ഞാൻ നമ്മൾ കൊടുത്തത്. കലക്ടർ വീട് ചോദിക്കുക ലീഗിനോട്, ഒരു വീട് തരുമോ? നോക്കണം. നാട്ടുകാരൊക്കെ അപേക്ഷ കൊടുക്കുന്നത് കലക്ടർക്ക്. കലക്ടർ ആ അപേക്ഷയുടെ കെട്ടുമായി പാണക്കാട്ടേക്ക് ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും? കോടിക്കണക്കിന് രൂപക്ക് 2 ചാനൽ തുടങ്ങിയ പാർട്ടി ഇവിടെയുണ്ട്.
ഒരു ദിവസത്തെ സമരത്തിന് 5.5 ലക്ഷം ചെലവഴിച്ച പാർട്ടി ഇവിടെയുണ്ട്. എന്നാൽ നമ്മൾ ചെയ്യുന്നത് എന്താ? നമ്മൾ ചെയ്യുന്നത് ആകമൊത്തം നന്മ, എല്ലാവർക്കും ഗുണപരമായ തീരുമാനം. ലോക പാർപ്പിട ദിനത്തിൽ ചർച്ച ചെയ്യേണ്ടതാ ബൈത്തുർ റഹ്മാൻ. ഇന്ന് 788ാമത്തെ വീടിന്റെ ചടങ്ങിലും ഈ വിനീതം പങ്കെടുത്തു നമ്മുടെ ജില്ലയിൽ. 51 പറഞ്ഞത്, 51 51. ഞാൻ പറയുന്ന അക്കം നിങ്ങളെ മനസ്സിൽ ഓർമ്മ വേണം. 787ാമത്തെ വീട്ടിന്റെ ചടങ്ങിലാണ് കഴിഞ്ഞ ദിവസം പങ്കെടുത്തത് നിങ്ങളുടെ മണ്ഡലത്തിൽ. അതിനുശേഷം പി കെ ബഷീർ സാഹിബിന്റെ മണ്ഡലത്തിൽ മറ്റൊരു വീട് 788 കണ്ണൂരിൽ. അത് പറയണ്ട, ജില്ലയിൽ 51. ഒരു വാർഡുകാരോട് പറഞ്ഞില്ല, പഞ്ചായത്തിൽ 1. പക്ഷെ ഒരു പഞ്ചായത്ത് ഉണ്ടാക്കിയത് ഇപ്പോ മികച്ചു നിൽക്കുന്നത് തിരൂർ നിയോജക മണ്ഡലത്തിലെ തലക്കാട് പഞ്ചായത്ത് 101 വീട്. ഒരു വാർഡിനോട് പറഞ്ഞില്ല. ഒരു വാർഡിൽ ഏറ്റവും കൂടുതൽ വീടുണ്ടാക്കിയത് കോട്ടക്കൽ വാർഡാണ്, 21 ആയി. ജില്ല വിട്ടു, സ്റ്റേറ്റിലായി. കാസർകോട്ട് ആധാരവും താക്കോലും ഒന്നിച്ചു കൊടുക്കുകയാണ്. മാടായി അടുത്ത ദിവസം 10 ബൈത്തുർ റഹ്മയും ഒരു മസ്ജിദും. ശിഹാബ് തങ്ങൾ വില്ലേജ് എന്നാണ് പേര്. കടവ് റിസോർട്ടിന്റെ സമീപം ഒരു വമ്പൻ സംഭവം വരുന്നുണ്ട്. പ്രവാസികളെ പുനരധിവസിപ്പിക്കാൻ മസ്കറ്റ് KMCC വാടക ക്വാർട്ടേഴ്സിൽ കഴിയുന്നവരെ വിളിച്ചുണർത്തി കൊണ്ടുപോയി കെടുത്തുകയാണ്. ഇപ്പോഴൊന്നും ഇവരറിയില്ല. വേലുക്കുട്ടി ആശാരിനെ അങ്ങനെ നമ്മൾ കെടുത്തു. വേലുക്കുട്ടി ആശാരി 100 കണക്കിന് വീടുകൾക്ക് കുറ്റിയടിച്ചയാളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ വീടിന് കുറ്റിയടിക്കാനുള്ള ഭാഗ്യം കൈവന്നത് പാണക്കാട്ടെ ആറ്റപ്പൂ തങ്ങൾക്കാണ്. ആ വീട് തയ്യാറായ ശേഷമാണ് മോങ്ങത്തെ വേലുക്കുട്ടി ആശാരിനെ പീഡികത്തിണ്ണയിൽ പോയി വിളിച്ചുണർത്താൻ ചാക്ക് മറച്ച് മക്കളോടൊപ്പം കഴിയുന്ന വേലുക്കുട്ടി ആശാരിയോട്, ഒന്ന് എഴുന്നേൽക്കുവോ, ഒരു വീട് റെഡി ആയിട്ടുണ്ട്, കിടന്നുറങ്ങുവോ? ആ ചോദ്യം മതി. കണ്ണു മിഴിച്ചപ്പോ കാണുകയാണ് ഒരു വീട്. എന്റെ പൊന്നു തങ്ങൾ, എന്റെ കരളിന്റെ കഷ്ടമായ തങ്ങൾ, ഹിന്ദു മുസ്ലിം മൈത്രിയുടെ അംബാസിഡറായ മർഹൂം പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അള്ളാഹു അദ്ദേഹത്തിന്റെ പരലോകം നന്നാക്കട്ടെ, മഹാനവറുകളുടെ പേരിൽ അതൊരു സംഭവമായി മാറി. അപ്പോഴാണ് ഡോക്ടർ ഗോപിനാഥ് തങ്ങളെമ്പുരാന്റെ പേരിലാണോ വീട്? എടപ്പാളിലെ ചടങ്ങിൽ വന്ന് പറഞ്ഞു, ഞാനും തരാൻ 2 വീട്. അപ്പോഴാണ് ഏലംകുളത്തെ സുരേഷ്, ഞാന് കുറച്ച് ഭൂമി തരാം, ഇതാ ആധാരം ഏൽപ്പിക്കുകയാണ്. കോട്ടക്കലെ മാതൃഭൂമിയുടെ സമീപത്തുള്ള ഓഡിറ്റോറിയത്തിൽ വന്ന് ഒരു വീട്ടിന്റെ ചടങ്ങിന് പോകുമ്പോ സ്വാദിഖ് അലി തങ്ങളോട് വീട്ടുകാരൻ പറഞ്ഞു, ഒരു സെക്കൻഡ്. അമിതൊക്കെ പറഞ്ഞു, എന്താ ചായ ഒന്നും വേണ്ട? അല്ല, പിടിച്ചു വെച്ച് ചോദിച്ചു, എന്താ നിർബന്ധം, എന്താ ഓട്ടം? ഒന്നുമല്ല, എന്റെ വീടിന്റെ വാതിലിന്റെ മുകളിൽ ശ്രീ ഗുരുവായൂരപ്പൻ ഈ വീടിന്റെ ഐശ്വര്യം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അരോചകമായി തോന്നരുത്, ആ ബോർഡൊന്ന് ഇളക്കി മാറ്റാനാണ്. എന്റെ പൊന്നു തങ്ങൾ പറഞ്ഞു, ലക്കും ദീനുക്കും വലിയ ദീൻ, ഞങ്ങൾക്ക് ഞങ്ങളെ മതം, നിങ്ങൾക്ക് നിങ്ങളെ മതം. ഒരു രാഷ്ട്രീയ പാർട്ടി വർഗീയതയുടെ കൂരമ്പുകൾ ഇത് ഞങ്ങളെ പ്രതിക്കൂട്ടിൽ നിർത്തി ഇരുത്തിപ്പൊരിക്കുന്നവരെ പഠിക്കണം. ഞങ്ങളെ പേര് മുസ്ലിം ലീഗ്, എന്നിട്ടോ ചെയ്യുന്നത് സൗഹൃദ പ്രവർത്തനം. എന്നാൽ പല ആളുകളുടെയും പേര് നല്ല പേരാ, ചെയ്യുന്നതോ മുഴുത്ത വർഗീയത. പേര് നന്നായിട്ട് എന്താ കാര്യം? ഞാൻ പറയാറുണ്ട്, ഞാൻ ട്രെയിനിൽ കയറി, കമ്പാർട്ട്മെന്റിൽ വമ്പിച്ച ദുർഗന്ധം, 4 ഭാഗത്തേക്ക് നോക്കി. ഒരണ്ണൻ സീറ്റിനടിയിൽ നിന്ന് പൊങ്ങി വന്നു. പേര് ചോദിച്ചു, പേരെന്താ? അഴകൻ. ചൂരോ മആദല്ലാ, സഹിക്കാൻ വയ്യ. പേര് നന്നായിട്ട് എന്താ മക്കളെ? ചൂരും നന്നാകണം, അതാ ലീഗ് പറയുന്നത്. പേര് നന്നായിട്ട് കാര്യമില്ല. ഞങ്ങൾ അങ്ങനെ ചെയ്തു, പെരുമാറ്റം നന്നാക്കി, ഞങ്ങളെ കുറിച്ച് ആളുകൾക്ക് നല്ലത് പറയാനുണ്ടായി. സേവ് യുവർ ലൈഫ്, സേവ് യുവർ ഫാമിലി. 100 ഹൃദ്രോഗികളെ സൗജന്യമായി ബൈപ്പാസ് ചെയ്യുന്ന പദ്ധതിയാ KMCC UAE കമ്മിറ്റി. 100 ഹൃദ്രോഗികളെ ഞാൻ 2 പേരെ കൊടുത്തിരുന്നു. ഒരാൾക്ക് കിട്ടി, ഒരാൾക്ക് പുട്ടപ്പുറത്തിയിൽ പോയി അർജന്റായി ചെയ്യേണ്ടി വന്നപ്പോൾ അങ്ങോട്ട് പോയി. ഞാൻ അവരോട് ചോദിച്ചു, ഇതില് മറ്റു വല്ലവരും നിങ്ങൾ എടുത്തോ?
അവര് ചിരിച്ചുകൊണ്ട് സിദ്ദീഖ് മാഷ്, മുസ്ലിം ലീഗിന്റെ കോഴിക്കോട് ഓഫീസിലെ സിദ്ദീഖ് മാഷ് ആ ബുക്ക് എടുത്ത് കാണിച്ചു തന്നു. ആ പട്ടികയിൽ നമ്പർ 1 മിസ്റ്റർ ചന്ദ്രൻ, മട്ടന്നൂരിലെ CITU ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയന്റെ ഭാരവാഹി, CITU ഭാരവാഹി മിസ്റ്റർ ചന്ദ്രൻ. ബൈപ്പാസ് സർജറി, ബൈപ്പാസ് രോഗമൊക്കെ ഒന്ന് വന്നാൽ, കിഡ്നി ക്യാൻസർ, അതിന് APL-ഉം BPL ഒന്നും ഇല്ലല്ലോ, എല്ലാവർക്കും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതിന് APL-ഉം BPL ഒന്നും ഇല്ല, മുതലാളിന്നോ തൊഴിലാളിന്നൊന്നുമില്ല. പക്ഷേ ഒരു ചികിത്സക്കാരന് മുതലാളി അല്ലെങ്കിൽ ബാലികേറ മലയാണ് ബൈപ്പാസ് സർജറി. ഊഹിക്കാൻ കഴിയോ? ആ ബില്ലിനെ കുറിച്ച് കേട്ടാൽ, ആ എമൗണ്ട് കേട്ടാൽ 2 അറ്റാക്ക് ആണെങ്കിൽ അത് 3 കൂടിയാവും. അമ്മാതിരി എമൗണ്ട് അല്ലേ? ആ ചന്ദ്രനാണ് കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ഇങ്ങനെ കിടക്കുമ്പോ അവരുടെ ഭാര്യ മാതൃഭൂമിയോട് പറഞ്ഞത്, മുസ്ലിം ലീഗിന്റെ KMCC-യുടെ ഈ മക്കൾക്ക് ഞങ്ങൾ എന്താ പകരം തരേണ്ടത്? ആലോചിക്കണം. CH സെന്ററിലൂടെ ഈട്ടിക്കൊപ്പം ഇങ്ങനെ കൈപിടിച്ച് നടന്നപ്പോ കൈകൂപ്പുന്ന 99 വയസ്സുള്ള വല്യമ്മ തൊട്ട് 1.5 വയസ്സായ പിഞ്ചോമന പൈതൽ വരെയുണ്ട് ബ്ലഡ് ക്യാൻസർ ഉള്ളത്. മക്കളെ, നിങ്ങൾ CH സെന്റർ ഇല്ലായിരുന്നുവെങ്കിൽ എന്താ സ്ഥിതി? രാഷ്ട്രീയ പാർട്ടികൾ ഇതിനാണ്. ഇപ്പൊ ഇന്ന് നിയമസഭയിൽ ബഹള, സ്തംഭനം ഇറങ്ങിപ്പോക്ക്, ഇങ്ങനെ 2 സോക്കട അവിടെ അനങ്ങിയ സ്തംഭനം ഇറങ്ങി. അതിനൊരു ഏതു കാണും എന്തെങ്കിലും. നിങ്ങൾ നോക്കൊണ്ട് അടുത്ത നിയമസഭ വരുമ്പോൾ നിങ്ങൾ വെറ്റടിച്ചോളി. അടുത്ത നിയമസഭ ഇതൊക്കെ നിന്ന് കുറെ കഴിഞ്ഞ ഒരു കറണ്ട് കാണും. സോളാറ് പറഞ്ഞ് എത്ര ദിവസം പ്രശ്നം ഉണ്ടാക്കി. ഇപ്പൊ പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞ എന്താ, ഇനി ഇഖ്ലാസ് ഇല്ലാത്ത സമരത്തിന് ഞാൻ ഇല്ലാന്ന്. ഒക്കെ ഉണ്ട് വരട്ടെ, ഇനി നീയത്തില്ലാത്ത സമരത്തിന് ഞാൻ ഇല്ലാന്ന് പന്ന്യൻ പറയാണ്. അപ്പൊ നിയമസഭയിൽ ഒന്നായിട്ട് ഇരുന്ന് നോക്കണ്ട. പുറത്തിറങ്ങിയ 2 കൂട്ടരും ഭയങ്കര പ്രശ്നല്ലേ? എന്താ കാര്യം? യോജിച്ചു പോകാൻ കഴിയാത്ത വിധം പാർട്ടിക്കകത്ത് കൊടുമ്പിരി കൊണ്ട പ്രശ്നങ്ങളാ, മുന്നണിക്കകത്ത് കൊടുമ്പിരി കൊണ്ട പ്രശ്ന. ആരും അങ്ങോട്ട് പോണില്ലല്ലോ, ഒക്കെ ഇങ്ങോട്ട് വരികയാണല്ലോ. ശെൽവരാജ്, അബ്ദുള്ളക്കുട്ടി, മഞ്ഞളാംകുഴി അലി, എണ്ണി നോക്കിയൊക്കെ ഇങ്ങോട്ട് വരികയാണ്. ആകെ ഒരു KT ജലീൽ മാത്രം അങ്ങോട്ട് പോയത്. ആ സാധു പിന്നെ അതിലേക്ക് അങ്ങോട്ട് പോയത് പണ്ട് പാത്തുമൂനെ അറബിനെ കൊണ്ട് കെട്ടിച്ചായിരിയാണ്. പാത്തുമൂനെ അറബിനെ കൊണ്ട് കെട്ടിച്ച് കല്യാണാലോചന വരുമ്പോഴൊക്കെ പെരക്കാരും ചങ്ങാഴ്ചകളൊക്കെ പറഞ്ഞ് മാളെ സമ്മതിക്കണ്ട, പ്രശ്നാട്ട, അറബിയാട്ടാന്നൊക്കെ ഇപ്പോഴാണ് ബേജാറായി. ഈ സാധു ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് പറഞ്ഞ് ഞാൻ നോക്കിക്കൊണ്ട്, അതൊന്നല്ല, വിമാനമൊക്കെ കയറണം, അവിടെ പോണോ, ആകെ സ്വയിപ്പാവും, ഭാഷ ഒന്നും അറിയാതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അങ്ങനെ കല്യാണമൊക്കെ നടന്ന് ഓളെ യാത്ര അയച്ച് കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് വിട്ട് 1.5 കൊല്ലം കഴിഞ്ഞിട്ട് ആ സാധു തിരിച്ചിറങ്ങി വന്നിട്ട് ഇങ്ങനെ ജീപ്പിലുള്ള ഇങ്ങനെ കൊണ്ടുപോകുമ്പോ അയൽവാസികളും കൂട്ടുകുടുംബക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഒരു ചോദിച്ചു, ഓലുണ്ട് കണ്ടേക്ക് എന്നെ അവള് പറഞ്ഞു, ഇവിടുന്നാണ്ട് പോകുമ്പോ മനുഷ്യന്മാരുണ്ട് ബേജാറാക്കിയിട്ട് എന്തൊക്കെ പറഞ്ഞിരുന്നറിയാം. നിങ്ങൾ ആ വിചാരിച്ച മാതിരി ഒന്നല്ല, വാർത്താനത്തിലൊക്കെ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടെന്നുള്ളൂ, ചെറിയും കളിയൊക്കെ പെടുത്തായിരുന്നു തന്നെ എന്നാ പറഞ്ഞു. എന്ന പോലെ KT ജലീൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പോയി വന്നിട്ട് പറഞ്ഞു, ഇത് നമ്മൾ വിചാരിച്ച പാർട്ടി ഒന്നല്ല, ന്യൂനപക്ഷത്തിന് ഗുണമുള്ള പാർട്ടിയാണ്. എന്താ സ്ഥിതി? 45 കൊല്ലം ഭരിച്ച ബംഗാളിൽ നിങ്ങളൊന്നും കൊടുക്കാതായപ്പോ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുകയാണ്. ഫാസ്റ്റ് ഫുഡ് കടയിൽ ബംഗാളിയാ, സവർമ കുബൂസ് വിൽക്കുന്നിടത്ത് ബംഗാളിയാ, കിണറ് പണിക്ക് ബംഗാളിയാ, ഞാറ് നടനുണ്ട് ബംഗാളി. ചങ്ങരംകുളത്ത് സുഹറ മമ്പാടിന്റെ നാട്ടിൽ മാതൃഭൂമി എഴുതി വരമ്പത്ത് ഇങ്ങനെ ഇരുത്തിക്കണ് ബംഗാളിനെ. ഇവരെല്ലാരുടെ പേരും ഷെയ്ഖുൽ ഇസ്ലാം, ഖമറുൽ ഇസ്ലാം, കുത്തുബുൽ ഖത്താബ്, വലിയ വലിയ പേരാ. എവിടെ ഇരിക്കണ? വരമ്പത്താണ്. ആ പേരുള്ളവരൊക്കെ നമ്മുടെ നാട്ടിൽ മെഹ്റാബിലല്ലേ ഇരിക്കല് അല്ലേ? വലിയ വലിയ പേരാ സാധനം. ബംഗാളി പാടത്ത്, ബംഗാളി ഷവർമ കുബൂസ് വിൽക്കുന്ന കടയില്, ഒരു വെജിറ്റേറിയൻ കട തിരുവല്ലില്, വെജിറ്റബിൾ, അവിടെ പാചകക്കാര് ബംഗാളികളാണ്. ഞാൻ ദാറുൽ ഹുദന്റെ സെന്ററിൽ വല്ലപ്പുഴ ചെന്നപ്പോ അവിടെ ഒരു ആസാമി ഭക്ഷണം ഉണ്ടാക്കി. കണ്ടോ? എല്ലാ സ്ഥലത്തും ഇവിടെ വന്ന് പഠിച്ച്, ഇവിടെ മർക്കസുകൾ, അതേപോലെ എന്താ പറയാ, നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും, എല്ലാ വിഭാഗത്തിന്റെയും സ്ഥാപനങ്ങളിൽ പഠിച്ച് ഹാഫിളീങ്ങളായ ബംഗാളികൾ ഈ കഴിഞ്ഞ റമദാനിന് തറാവീഹിന് ഇമാമ് നിൽക്കാം, ബംഗാളി ഇമാമ് നിൽക്കുന്നു. ബംഗാളി ജോലിക്ക് എല്ലാ നിലക്കും ഇവിടെ വന്ന് ഇനി ഏർപ്പാട് ഒരു കാര്യത്തിലും ബംഗാളി ഇല്ല. എന്റെ KT ജലീൽ പറഞ്ഞു, കേരളം ഞങ്ങൾ ബംഗാളാക്കുന്നു. അത് ഈ കോലത്തിലാവുന്നു ഞാൻ ഉറക്കത്തിൽ കരുതി.
പൊന്നാരമാനഞ്ചി ബംഗാൾ ആക്കാണ്ട ഇവിടെ കാണുന്നിടത്തൊക്കെ ബംഗാളിയാണ്. ഒരങ്ങാടിയിൽ നിന്നെങ്ങാൻ അല്ലേ പെരിന്തൽമണ്ണ അങ്ങാടിയിലൊക്കെ പോയി ഒന്ന് ബസ് ഇറങ്ങിയ മുല്ലപ്പൂവും കുറെ തമിഴരും. സേലത്താണോ ബസ് ഇറങ്ങിക്കണെന്ന് തോന്നിപ്പോ. എങ്ങനെ ഇങ്ങോട്ട് അങ്ങാടിപ്പുറത്തുനിന്ന് മങ്കടയിലേക്ക് വരികയെന്ന് ചോദിച്ചാ മുജേ യാദ് നെയ് മുജേ മാൽ നെയ്. സുബൈക്കൊക്കെ ഒരു ഹിന്ദിക്കാരനല്ല, അതൊരു മലയാളിനെ കണ്ടു കിട്ടാൻ എന്ത് സുയിപ്പാന്നറിയാം. അനങ്ങിയ ഹിന്ദിക്കാര് മുജേ യാദ് നെയ് മുജേ മാൽ നെയ്. അനങ്ങിയാൽ എല്ലാ ക്വാർട്ടേഴ്സുകളിലും ഇവരാണ്. ഇപ്പൊ ഇവരാണ് നിറഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ അരി തരാത്ത, തുണി തരാത്ത, പണി തരാത്ത ഭരണമേന്ന് ജാഥ വിളിച്ചിട്ട് കാര്യമില്ല. പണി നല്ല ഉണ്ട്, അതുകൊണ്ട് അവരൊക്കെ ഇങ്ങോട്ട് വന്നത്. നല്ല ജോലിയുണ്ട്. ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച എന്ന് കരുതിയിട്ട് ഞാന് എന്റെ അങ്ങാടിയിൽ ബബുലു എന്ന് പറയുന്നൊരു ഹിന്ദിക്കാരൻ. ഞാൻ വീട്ടില് കുറച്ചിങ്ങനെ മരത്തിന്റെ ഇതൊക്കെ ഒന്ന് വെട്ടിയ അവിടെ കുറച്ച് പൊന്തിക്കാടൊക്കെ ഉണ്ടായിരുന്നു. അതിൽ കമ്മ്യൂണിസ്റ്റ് അപ്പയൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും ഞാൻ കൂടി ബാക്കിയുള്ള ആകാൻ നേരത്തിക്കാളാറ്. അപ്പോ എന്നോട് പറഞ്ഞു, മൊലാളി ലീവില്ല, പണിയില്ല എന്നല്ല പറഞ്ഞ, മൊലാളി ലീവില്ല, വെള്ളിയാഴ്ച അവൻ കിടന്നുറങ്ങാണ്. നമ്മളൊക്കെ അബുദാബിയിൽ കിടന്നുറങ്ങണായിരുന്നു. അപ്പോൾ നമ്മളെ ക്വാർട്ടേഴ്സിൽ കിടന്നുറങ്ങുക. ഒന്ന് ആലോചിച്ച് നോക്കും. ATM കൗണ്ടറിൽ വന്ന് നിൽക്കുകയാണ്. നല്ല അക്കൗണ്ട് തുടങ്ങി. ഇവിടെ പലിശ കൊടുക്കണം, അതെടുക്കാൻ കുറെ ആൾക്കാരുണ്ട്. അവരിവിടെ ബാങ്കിങ് സിസ്റ്റം വരെ തുടങ്ങി. ഇനി എന്താ തുടങ്ങാൻ ബാക്കി? എന്ത് ഹാപ്പി ആയിട്ടാണ് കഴിയുന്നതെന്ന് അറിയാം. കൈസയെന്ന് ചോദിച്ചു നോക്ക്, ടീക്ക് എന്നുള്ള ഉത്തരല്ലാതെ കിട്ടുന്നില്ല. എന്ത് നല്ല സന്തോഷത്തിലാര്. ഇയർഫോൺ ഹിന്ദിപ്പാട്ടൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഫുൾ സ്ലീവ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ KR ബേക്കറിന്റെ മുന്നിലൊക്കെ ദുബൈയിൽ നടക്കണ ബംഗാളി. മൊബൈൽ ടവറിന്റെ മുന്നിൽ നിന്ന ബംഗാളി മറ്റേ ബംഗാളിന്റെ ഫോട്ടോ എടുക്കണ്. മൊബൈൽ ടവറിന്റെ മുന്നിൽ ഈ സാധുവിന്റെ കൽബിൽ ഇത് ബുർജ് ഖലീഫ എന്നുള്ള തോന്നലാ. അറിയോ എന്താ ഈ നാടിങ്ങനെ? ഈ നാട്ടിലേക്ക് എല്ലാരും വന്നത്. ബംഗാളി എന്ത് നല്ല സന്തോഷത്തിൽ കഴിയുന്നു. എല്ലാ ജോലിയിലും അവരായി. മാഷെ എവിടെ ഇനി വലിയൊരു നിതാക്കാത്ത് വേണ്ടി വരുമെന്ന് തോന്നിപ്പോവാണ്. അമ്മാതിരി അന്യ സംസ്ഥാന തൊഴിലാളികൾ വന്നപ്പോ സുന്നി സമ്മേളനം, SYSന്റെ സമ്മേളനം കാസർഗോഡ് നടന്നു. ആ കാസർഗോട്ടെ സമ്മേളനത്തിൽ ഒരു സെഷൻ അന്യ സംസ്ഥാന തൊഴിലാളി സംഗമം. ഞാൻ വിചാരിച്ചു, എന്താ ഈ സുന്നി സമ്മേളനത്തിൽ ഇങ്ങനെ അന്യ സംസ്ഥാന തൊഴിലാളി സംഗമം വെച്ചിട്ട് എന്താ കാര്യം എന്ന പോലെ എടരിക്കോട് മുജാഹിദ് സമ്മേളനം നടന്നു. ഞാൻ അവിടെയും പോയിരുന്നു, കണ്ടു വിഷയങ്ങൾ കേൾക്കാൻ. അപ്പോ അവിടെയും ഇതുപോലെ അന്യ സംസ്ഥാന തൊഴിലാളി സംഗമം. ഞാൻ വിചാരിച്ചു, മുജാഹിദ് സമ്മേളനത്തിലും ഈ സുന്നി സമ്മേളനത്തിലൊക്കെ എന്തിനാണ് ഈ അന്യ സംസ്ഥാന തൊഴിലാളി? അപ്പൊ എന്താ സംഭവം എന്ന് പറയുന്നത്, ഇതിൽ 99% മുസ്ലിം ചെറുപ്പക്കാരാണ്. നിങ്ങൾ അതിലെ പേരൊക്കെ ഒന്ന് ചോദിച്ചു നോക്കും, ഞെട്ടിപ്പോവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അസർക്കുണ്ട് ഉസ്താദ് ഫാത്തിഹ പഠിപ്പിക്കണം. ഞാൻ വിചാരിച്ചപ്പോ ഈ മഗ്‌രിബിന്റെ മൂട്ടിലൊരു നിക്കാഹ് കിടക്കണ വിചാരിച്ച് നോക്കുക. അപ്പൊ ഉസ്താദ് പറയത് ബംഗാളിയാണോ, ഇടക്കിടക്കൊക്കെ ഇവിടെ വരും, ഫാത്തിഹ പഠിപ്പിക്കുകയാണ്. 45 വയസ്സായിക്കണം. 45 വയസ്സായ ഓരോട് ഞാൻ ചോദിച്ചു, വഹാ മദ്രസ നയ്യേ? മദ്രസ ക്യാ ഹേ? മദ്രസ വല്ല ബേക്കറി സാധന എന്ന വിചാരം ആ സാധു കണ്ടിട്ടില്ല. എന്നിട്ട് ഞാൻ ചോദിച്ചു, ആപ്കാ നാം ക്യാ ഹേ? മേരെ നാം മുഹമ്മദ് അഹമ്മദ് ആലം ദസ്തഖീർ ഖാൻ. ഇത് ഓന്റെ പേരയിലുള്ള ഉള്ള ആൾക്കാരെ പേരല്ല, ഓന്റെ മാത്രം പേരാ. മുഹമ്മദ് അഹമ്മദ് ആലം ദസ്തഖീർ ഖാൻ. ഇവൻ പേര് പറയുമ്പോ ഞാൻ അകത്തപ്പള്ളിയും കഴിഞ്ഞ് ഹൗലങ്കാരിയും കഴിഞ്ഞ് ചെരുപ്പിടൽ തുടങ്ങിക്കണം. പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴും കഴിഞ്ഞിട്ടില്ല പേര്. 1 കിലോമീറ്ററാ. എന്തുണ്ടായിട്ട് എന്താ അന്തല്യങ്ങ ഒരു ഫാത്തിഹ തന്നെ അറിയില്ല. എന്നാൽ നമ്മളെ മക്കൾക്കറിയാം, LKGയിലെ പൈതലിനറിയാം. 7:30 മണിക്കൊരു ബെല്ലടിച്ചാൽ നിച്ച് ഓഫ് ട്രൂത്ത് ആയിട്ടും സുന്നി വിദ്യാഭ്യാസ ബോർഡായിട്ടും സമസ്ത കേരള ജമിയത്തുൽ ഉലമയായിട്ടും ഒക്കെ കേരളക്കരയിൽ സ്ഥാപനങ്ങൾ വന്നു. ആരാണ് ഈ മണ്ണുഴുതു മറിച്ചത്? ഒരു കാലത്ത് സൈക്കിളിന്റെ പിന്നിലിരുന്ന് യാത്ര ചെയ്യാൻ മടിച്ചിരുന്ന നമ്മുടെ നാട്ടിലെ പെൺകുട്ടി ഇന്ന് വിമാനത്തിന്റെ മുന്നിലിരുന്ന് മക്കനയിട്ട് പൈലറ്റാകുന്ന കാഴ്ച. ബ്രിട്ടീഷുകാരോട് പോടാ എന്ന് പറയാനായിരുന്നു ഈ നാട് അന്ന് അധിക പള്ളി മെഹ്റാബുകളും ഉപയോഗിച്ചത്. തൃശ്ശൂരിനപ്പുറത്തുള്ളവർ പഠിച്ചപ്പോ
തൃശ്ശൂരിന് ഇപ്പുറത്തുള്ളവർ പഠിപ്പിച്ചു ആരെ? ബ്രിട്ടീഷുകാരെ. സ്വന്തമായി പഠിക്കാൻ കഴിഞ്ഞില്ല. ഹെബ്ബുൽ വത്നി മിനൽ ഈമാൻ, രാജ്യസ്നേഹം വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് കാണിച്ചു കൊടുക്കാൻ ബ്രിട്ടീഷുകാരന്റെ എല്ലാം തീയിലിട്ട് കരിക്കണമെന്ന് പറഞ്ഞപ്പോ ഓട്ടെ അവന്റെ ഭാഷയും കിടക്കട്ടെ തീയിൽ എന്ന അർത്ഥത്തിൽ അതും നരകത്തിന്റെ ഭാഷയാണെന്ന് പറഞ്ഞു. എന്നാൽ ഇന്ന് നല്ല ഇംഗ്ലീഷ് പറയാനുള്ള BBC-യുടെ ഇന്റർവ്യൂ നടന്നു. ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷന്റെ BBC-യുടെ ഒരു ഇന്റർവ്യൂ നടന്നു. ആ ഇന്റർവ്യൂവിൽ നല്ല പെർഫോമൻസ് ഉള്ള ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു കുട്ടിയെ തിരിയിട്ട് തെരഞ്ഞപ്പോൾ അവർക്ക് കിട്ടിയത് കേരളത്തിലെ ചെമ്മാട് ദാറുൽ ഹുദയിൽ നിന്നായിരുന്നു എന്ന വസ്തുത ചില്ലറ കാര്യമല്ല. ആലി മുസ്ലിയാർ ബ്രിട്ടീഷുകാരോട് പോടാ എന്ന് പറയാൻ ഉപയോഗിച്ച മെഹ്റാബിന്റെ സർവേ നമ്പറിന്റെ പരിസരത്ത് നിന്നൊരു കുട്ടിയെ കൊടുക്കാൻ സാധിച്ചു. ആരാ ഈ മണ്ണുഴുതു മറിച്ചത്? ഈ പുതിയ സംഘടനകളാണോ? കമ്മ്യൂണിസ്റ്റുകാരാണോ? എങ്കിൽ എന്തേ ബംഗാളിൽ മദ്രസ പോയില്ലല്ലോ? 10,500 മദ്രസ എപ്പോഴാ കൊടുത്തത്? മമതാ ബാനർജി. LP സ്കൂളില്ല. ഈ ബംഗാളി ചെറുപ്പക്കാരൊക്കെ നമ്മളിങ്ങനെ ഇടക്കിടക്കൊക്കെ അവരോട് ചില കാര്യങ്ങളൊക്കെ ചോദിച്ചറിയലുണ്ട്. ദീനുമായി ഒന്നും യാതൊരു ബന്ധമില്ല ഈ സാധുക്കൾക്ക്. നമ്മളെ കേരളത്തിൽ അങ്ങനല്ലല്ലോ. ഹജ്ജ് ക്യാമ്പ് തന്നെ വ്യത്യസ്തമാണ്. കേരളത്തിന് പുറത്തുള്ള ഹജ്ജ് ക്യാമ്പിൽ വയസ്സായ ആളുകൾക്ക് മുൻകൈ കഴുകാൻ പഠിപ്പിക്കുന്നുണ്ട്. സുജൂദിൽ എങ്ങനെ നെറ്റി വെക്കേണ്ടത്, അത്തഹിയാത്തിൽ എങ്ങനെ കാല് വെക്കേണ്ടത്. കേരളത്തിലെ ഹജ്ജ് മുസാഫിർ ഖാനയിൽ എന്താ? ഹജ്ജ് ക്യാമ്പിൽ കഅബം എങ്ങനെ തവാഫ് ചെയ്യണം, സ്വഫാ മർവായുടെ ഇടയിൽ എങ്ങനെ ഓടണം, ജംറത്തുൽ അഖബയെ എങ്ങനെ എറിയണം എന്നാ പഠിപ്പിക്കുന്നത്. എന്താ കാര്യം? ഇവിടെ മറ്റുള്ളതൊക്കെ നേരത്തെ പഠിച്ചു. അലിഫ് എന്നെഴുതി, റ എന്നെഴുതി, അറ എന്ന് വായിച്ച് ഓതി പഠിച്ചു. ഇവിടെ മെച്ചങ്ങൾ ഉണ്ടായി. ഇന്നും എല്ലാവരും എല്ലാ മതത്തെ പറ്റിയും എല്ലാ മതസംഘടനകളും അവരുടെ ആശയങ്ങളെ പറ്റിയും പഠിപ്പിച്ചു. ഈ മണ്ണ് അഭൂതപൂർവമായ നേട്ടമുണ്ടാക്കി. ഇത് ബംഗാളിൽ കിട്ടിയില്ല, ഇത് ഇവിടെ കിട്ടി. എന്നിട്ട് ഇപ്പൊ എന്റെ കമ്മ്യൂണിസ്റ്റ് ശ്രീധന്മാർ ഞാൻ പറഞ്ഞല്ലോ, ഒരൊറ്റ ആള് അതിലേക്ക് പോയില്ല. എല്ലാരും ഇങ്ങണ്ടാ വന്നത്, എല്ലാവരും ഇങ്ങണ്ടാ വന്നത്. അപ്പൊ അതിലിങ്ങനെ ആള് കുറയാന്ന് കണ്ടപ്പോ 3 ലക്ഷം ചെറുപ്പക്കാര് മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല എന്ന ചർച്ച വന്നു. ശ്രീരാമകൃഷ്ണൻ ബാംഗ്ലൂർ കൊടുത്ത കണക്കാണ്. പിണറായിയുടെ വാർഡിൽ 7 സ്ഥിരാംഗങ്ങൾ മെമ്പർഷിപ്പ് പുതുക്കിയിട്ടില്ല. പിണറായിയുടെ വാർഡാണ്. പിണറായി പാർട്ടിയുടെ ഇമാമാണ്. സ്ഥിരാംഗങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ മുന്നിലെ സൊഫില് നിൽക്കണവരാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ. അവര് മെമ്പർഷിപ്പ് പുതുക്കിയിട്ടില്ല. എന്താ കാര്യം? പാർട്ടിയിൽ പ്രശ്നമുണ്ട്. അപ്പൊ ആളുകൾ നന്നേ കുറഞ്ഞിട്ടുണ്ട്. മാത്രല്ല BJPക്ക് നല്ല പോണുണ്ട് എന്നുള്ള കണക്ക് ആരാ പറയുന്നത്? നമ്മളല്ല. കാസർകോട്ടെ ബ്രാഞ്ച് ലോക്കൽ കമ്മിറ്റികൾ, തിരുവനന്തപുരത്തെ ബ്രാഞ്ച് ലോക്കൽ കമ്മിറ്റികൾ, CPI പറഞ്ഞല്ലോ ഇപ്പൊ ഇതിന്റെ ഇടയില്. പന്നിന്റെ വീന്ദ്ര ഈ ഇളകിപ്പറച്ചിലിന്റെ ഇടയിൽ അതും പറഞ്ഞു. എന്താ പറഞ്ഞ അറിയാം? ധാരാളം സഖാക്കൾ അങ്ങനെ പോകുന്നുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടികൾ ചർച്ചയായി എടുത്തു അത് പാർട്ടി യോഗത്തിൽ. അല്ലെങ്കിലും വിചാരിച്ച പോലൊന്നല്ലല്ലോ. കണ്ണൂരിലൊക്കെ വാസുമാഷ് അടക്കമുള്ള അശോകൻ മാഷ് അടക്കമുള്ള ആളുകളൊക്കെ അങ്ങോട്ട് പോവുക പറഞ്ഞാൽ ഊഹിക്കാൻ പറ്റില്ല. കീരിയും പാമ്പും കണ്ട മാതിരിയാണ്. ഈ അശോകൻ മാഷ്ക്ക് മാലിടാൻ വരുന്ന ജയരാജന്റെ കൈ ഇയാളെന്നെ എറിഞ്ഞതേറ്റോണുണ്ട്. അപ്പൊ ഇടാൻ വരുമ്പോ അയാൾക്ക് തന്നെ ഒരു തീരെ ലോഹ്യമില്ലാത്ത, എല്ലാരും പറയും RSSരും മാർക്സിസ്റ്റും കീരിയും പാമ്പും കണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ കീരിയും പാമ്പും കണ്ട മാതിരി ഒന്നല്ല. ഇപ്പൊ മരുഭൂമിയിൽ വെച്ചിട്ട് ഉടപ്പറപ്പിനെ കണ്ട മാതിരിയാണ്. എന്തൊരു സ്നേഹാന്നറിയാം, എന്തൊരു മൊഹബത്തറിയാം. മരുഭൂമിയിൽ വെച്ച് ഉടപ്പറപ്പിനെ കാണാൻ മനസ്സിലായില്ലേ? മരുഭൂമിയിൽ ഇങ്ങനെ നടക്കുമ്പോ ആരുമില്ല. അപ്പൊ മൂത്തമാന്റെ മോനെ കാണുന്നുണ്ട്. ഒരു കാണലല്ലേ അത്, അല്ലേ? ഭയങ്കര സംഭവല്ലേ? നിങ്ങൾ നോക്കൂ, കണ്ണൂരിലെ CPM-ലേക്ക് RSSന്റെ സജീവ പ്രവർത്തകർ, മുന്നണി പോരാളികൾ 1, 2, 10 അല്ല, 300-400 ആൾക്കാർ കൊലകൊലായിട്ട് കണ്ടുപോകുന്നു. അവിടെ രാജഗോപാല് മത്സരിക്കണോടത്തേക്ക് CPM എന്ന് നേരെ അങ്ങോട്ടും പോയി. സംഗതി ഏകദേശം എന്തോ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് എന്നുള്ള കാര്യം. ഈ പന്നിന് അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞപ്പോൾ നമുക്കത് ഇഷാർത്തായത്. ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്.
തീരെ മുണ്ടാത്തവരിങ്ങനെ മുണ്ടുമ്പോ തന്നെ എന്റെ അമ്മായി ഇടക്ക് ചോദിക്കലുണ്ട്, പൊന്നാര മക്കളെ കവറ് മാറിയോ എന്താ സംഭവം? നമ്മളെ നാട്ടിലൊക്കെ പുതിയാപ്പിള പോയി കഴിഞ്ഞാൽ ആ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഒരു സൽക്കാരം ഉണ്ടാവും, തേട്ടെന്ന് പറയും. ഇവിടെ അങ്ങനെ പറയോ? സൽക്കാരത്തിന് പോകും, ഒരു വിരുന്നിന്. ആ വിരുന്നിന് പോകുമ്പോ ചില നാട്ടിലൊക്കെ ഓരോ മാമൂലുകൾ ഉണ്ടല്ലോ. നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങളെ നാട്ടിലൊക്കെ ഒരു മാമൂലുണ്ടായിരുന്നു. കിണ്ടിയൊക്കെ കൊടുന്ന് കഴുകും, കാല് കഴുകും. ഇപ്പൊ ഒന്നുമില്ല, ഇപ്പൊ കിണ്ടിയൊക്കെ കൊടുത്ത്. ഇപ്പോ അടുത്ത കാലം വരെ ചില സ്ഥലത്തൊക്കെ ഉണ്ടായിരുന്നു, വിരുന്നിന് ചെന്നാ പുതിയാപ്പിളക്ക് അമ്മായി അമ്മ ഒരു മോതിരം ഇടും. മോതിരം ഇടുന്നതിന്റെ ആ ഹുക്കും എന്താന്ന് പഠിച്ചവരല്ല, കണ്ടറിഞ്ഞോനെ ചെയ്യൂലല്ലോ. അപ്പൊ അതൊക്കെ ബോധ്യം വന്ന് അതിനൊക്കെ ഒരു നിയന്ത്രണം വന്നിട്ടുണ്ട്. പക്ഷെ മരുമകന് അമ്മായി അമ്മ ഒരു മോതിരം ഇടും. അപ്പൊ മരുമകൻ അമ്മായി അമ്മക്ക് അതിന് കണക്കാക്കി എന്തെങ്കിലും ഒന്ന് കൊടുക്കും, ഒരു കവറിൽ. അപ്പൊ തന്നെ വേറൊരു മാമൂലുണ്ടായിരുന്നു. എന്താ? ബാർബർക്ക് ഒരു കണ്ണാടി കാട്ടലാണ്. ആ കണ്ണാടി പുതിയാപ്പിള അങ്ങനെ നോക്കിയൊന്ന് വാർന്ന് ഉഷാറാക്കിയിട്ട് അതിന്റെ പിന്നിൽ ഒരു 50 ഉറുപ്പ്യം വെച്ചിട്ട് അത് അവനക്കും കൊടുക്കും. ഈ മരം പെരേന്നിറങ്ങുമ്പോ ഈ 2 കവറും റെഡിയാക്കി വെച്ചിരുന്നു. 2500 പടിയും 50 പടിയായി. അമ്മായി വേണമെങ്കിൽ മോതിരിട്ടാലേറ്റവും തരാതിരിക്കുമെന്നൊരു ബേജാറ്. ഓനാണെന്നുണ്ടെങ്കിൽ എന്റെ 2500 പോവുക, വെറുതെ കൊടുക്കാനും പറ്റില്ല. അമ്മായിമ്മ മോതിരിട്ടാ അതാണ് കൊടുക്കണം എന്നുള്ളതിൽ ഓനൊന്നും. അങ്ങനെ 30 ഇങ്ങനെ വന്നിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ തോന്നില്ല മോതിരണ്ടെന്നുണ്ട്. അപ്പൊ ഈ കവർ ഈ വപ്രാളത്തിന്റെ ഇടയിൽ 2 കവറും കൂടി കയ്യിൽ വെച്ചുകൊണ്ട് നിലത്ത് വീണു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മായിയും ഇവനും കൂടി അത് വേണ്ടാന്ന് അവിടെ വെച്ചോളി, ഇതല്ല 2500 എന്നാണ്ട് കൊണ്ടോന്നൊക്കെ പറയലുണ്ട്, ഇടയിൽ കൂടി അറിയാതെ. അങ്ങനൊക്കെ ഇങ്ങനെ ആയിട്ട് ഭയങ്കര പ്രശ്നമായി നിൽക്കുന്നത്. 2 കവറും നിലത്ത് വീണു. ഈ നിലത്ത് വീണപ്പോ ഒരു കവറെടുത്ത് അമ്മായിമാക്ക് കൊടുത്തു. കണ്ണാടി കാണിച്ചിട്ട് ബാർബർക്കും ഇതേപോലെ കൊടുത്തു. പൊന്നാര മക്കളെ, പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഈ മരവും പെരയിൽക്ക് വന്നപ്പോ അമ്മായിമാക്കൊരു മുണ്ടാട്ടല്ല. അമ്മായിമ്മ ചോറൊക്കെ വിളമ്പി കൊടുക്കുമ്പോ ഇജ്ജ് വാണങ്ങ തിന്നോ, ഇജ്ജ് തിന്നില്ലാച്ചിട്ട് കൊലക്കേണെന്നൊക്കെ ഒരു വർത്താനം. ആരോട്? മരോനോട്. എന്നാ ബാർബർ ആണെങ്കിലോ ഇവൻ ബസ് ഇറങ്ങുമ്പോ മാണിക്കല്ലേ കരളെ എപ്പോഴേ വന്നെന്ന് ചോദിച്ചിട്ട് നാറ്റ്. എന്താ സംഭവം എന്നറിയാം, ഒരു പിടുത്തം കിട്ടില്ല. അങ്ങനെ അവസാനം പുതിയണ്ണിനെ ഒഴിച്ചു ചോദിച്ചു, എന്താ എന്റെ അമ്മക്കൊരു വല്ലാത്തൊരു കനം മോന്തക്കെന്നൊക്കെ ചോദിച്ചപ്പോ എനിക്കറിയില്ല, അത് പറ്റില്ല ഈ പറയണം. അവസാനപ്പോ അറിഞ്ഞപ്പോ നോക്കുമ്പോ ബാർബറോട് പോയി ചോദിച്ചു, ഇന്നാളെ ഞാൻ തന്നെന്ന് വെച്ചപ്പോ 2500 ഞാൻ തന്നെ മറക്കുകയെന്ന്. 2500 അല്ലോ, നാറ്റാതിരിക്കോ? ഇത് കവർ മാറിയതാണ് എന്ന പോലെ BJP RSS ഈ മാർക്സിസ്റ്റ് പാർട്ടിയും BJPയും തമ്മിൽ ഒരു വമ്പിച്ച കവർ മാറ്റം നടക്കുന്നുണ്ട് ഇവിടെ. ആ കവർ മാറ്റത്തിൽ ന്യൂനപക്ഷം ജാഗരൂകരായിരിക്കണം. ഇവര് വിചാരിച്ചമാരല്ല, മഹാക്കള്ളന്മാർ. ഇവിടെ നമുക്കെതിരെ ഇവരെ എല്ലാ കാര്യത്തിലും ഒറ്റക്കെട്ടാണ്. കണ്ണൂരിൽ കാണുന്ന കാഴ്ച, ഇവിടെ കാണുന്ന കാഴ്ച അതാണല്ലോ. രാജഗോപാൽ ഏഷ്യാനെറ്റ് ലേലം ചെയ്യേ. താമര വിരിയുന്നു. താമരക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഏഷ്യാനെറ്റ്. വിരിയുന്നു വിചാരിച്ചു, കേരളത്തിന്റെ ചരിത്രം തിരുത്തി കുറിക്കുന്നു വിചാരിച്ചു. മാർക്സിസ്റ്റ് പാർട്ടി 2ാം സ്ഥാനത്തുണ്ടായിരുന്ന ഇടതുപക്ഷം 3ാം സ്ഥാനത്തേക്കാണ്ട് പോവുകയാണ്. എന്നിട്ടോ ചിത്രത്തിലില്ലാത്ത BJP കണ്ട് കയറി വരികയാണ്. എന്തായിരുന്നു മനസ്സിലാക്കേണ്ടത്? അതാണ് പന്ന്യം പറഞ്ഞത്. ഞാൻ ഒക്കെ പറയും, പന്ന്യം പറയാം, വല്ലാതെ ഇളക്കിയും പറയും. അങ്ങനെയാണ്, തമ്മു തെറ്റിയൊക്കെ ഉണ്ടാവും, കണ്ട് വരികയാണ്. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഐക്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണ മജ്ലിസിൽ പന്ന്യൻ ആമി എടുക്കൂലെന്ന് ഉറപ്പാ. അങ്ങനെയുണ്ട്. പന്ന്യനോട് ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ ഒന്നാക്കണേന്ന് പറയുമ്പോ പന്ന്യൻ ഇരിക്കും. കാരണം ഒന്നാകാൻ ഒരു ബോധ്യമില്ല. കാരണം ഈ പന്ന്യൻ രവീന്ദ്രന് പുടുപ്പതും കിട്ടിയിട്ടാ ഇരിക്കണം. അങ്ങനെ ഉണ്ടായിരുന്നു. പണ്ട് വയതിന്റെ മജ്ലിസിൽ ഉസ്താദ് പറഞ്ഞു, മക്കളെ, നല്ല മനുഷ്യന്മാർക്ക് സ്വർഗം കിട്ടും. സ്വർഗത്തിൽ എന്താണോ പൂതി അതും നടക്കും. അതുകൊണ്ട് ഞാൻ ഇവിടെ ദുആ ചെയ്യാണ്, നല്ല നല്ല മനുഷ്യന്മാർക്ക് സ്വർഗം കിട്ടാനും. സ്വർഗത്തിൽ നിങ്ങളെ മുറാദ് എന്താണ്, നിങ്ങൾക്ക് എന്താ അവിടെ പൂതി, ഒന്ന് എഴുതി കൊടുത്തയക്കുക. ഞാൻ പ്രാർത്ഥിക്കാം, നിങ്ങൾ ആമീൻ ചൊല്ലണോ, സദഖ ധർമ്മം ചെയ്യണോ, സംഭാവന കൊടുത്തയക്കണം. അപ്പൊ ഒരു കുട്ടിയുടെ കയ്യിൽ ഒരു വല്യമ്മ മുറാദ് എഴുതി കൊടുത്തയച്ചു. അപ്പൊ ആ മുറാദ് ഇങ്ങനെ വായിച്ചപ്പോ ദുന്യാവിലെ വല്യുപ്പാനെ തന്നെ പരലോകത്ത് മണവാളനായി ലഭിക്കാൻ ഒരു വല്യമ്മ 100 രൂപ സംഭാവന. ഇവിടുത്തെ വല്യപ്പാനെ തന്നെ അവിടെ പുതിയാപ്പിളായിട്ട് കിട്ടണം, അതിനൊരു 100 രൂപ സംഭാവന. ഇതിന്റെ വായിച്ചു കഴിഞ്ഞപ്പോ വല്യപ്പ ആണ്ടും കൊണ്ട് നോക്കിയിട്ട് മൊയ്യരോട് പറഞ്ഞു, ദ്വാരക്കാൻ പറ്റാറ്. ചോർച്ച അവിടെ വെച്ചിട്ട് മൂപ്പര് പറഞ്ഞു, ദ്വാരക്കാൻ പറ്റ, ഞാൻ വോളേറ്റ് ഒന്ന് മരിച്ചു പിരിഞ്ഞിട്ടാണ് അവിടെ പോയിട്ടെങ്കിലും ഒന്ന് സ്വകായിട്ട് കിടന്നുറങ്ങാനിച്ചിട്ട് കാത്തിക്കുകയാണ്.
അതുകൊണ്ട് ഞാൻ 200 തരാം, 100 കൊടുത്താളിന്നാണ്. അപ്പൊ എന്താ സംഭവം എന്നറിയാം? ഒത്തുപോകില്ല. CPI പോലും എന്താ സ്ഥിതി? CPI പോലും ഇവരുമായി വമ്പിച്ച പ്രശ്നത്തിലാ, യോജിപ്പില്ല. ആരും ആ പാർട്ടിക്ക് അങ്ങോട്ട് പോകണില്ലൊക്കെ ഇങ്ങോട്ട് വരികയാണ്. അംഗങ്ങളുടെ എണ്ണം എടുത്തപ്പോ കുറവാണ്. അപ്പൊ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അന്ന് പിണറായി വിജയൻ ഇടതുപക്ഷത്തിന്റെ വാതിൽ ഇങ്ങനെ തുറന്നിട്ട് ഒരു കാറ്റോട്ടം കിട്ടിക്കോട്ടെ. എന്നിട്ട് പിണറായി പറഞ്ഞു, ഇടതുപക്ഷത്തിന്റെ വാതിൽ മലർക്കെ തുറന്നിട്ടിരിക്കുകയാണ് എന്നാണ്. ഈ വിവരം അറിഞ്ഞപ്പോ പ്രേമചന്ദ്രൻ അതിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങണ്ടിയാടി. വല്ലാത്തൊരു സംഭവം. ഞാൻ വാതിൽ തുറക്കൂല. അതിൻ്റെ ഉള്ളിൽ അടങ്ങറിന്റെ കൊടിയായി നിൽക്കുകയായിരുന്നു. ആ സാധു കണ്ടു പോന്നു. അങ്ങനെ വന്നപ്പോ സുന്നി സമ്മേളനത്തിലും മുജാഹിദ് സമ്മേളനത്തിലൊക്കെ അന്യസംസ്ഥാന തൊഴിലാളി സംഗമം വെച്ചല്ലോ. അപ്പൊ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇങ്ങനെ ഓർമ്മയായി, ഞമ്മക്കും ഇത് പറ്റൂലേ. ഏതായാലും മലയാളികൾ നന്നേ കുറവാണ്. അപ്പൊ നമുക്ക് ഈ